പടയണി എന്ന വാക്ക് കടമ്പനിട്ട വാസുദേവൻപിള്ള എന്നൊരു ഒരു പേരുകൂടി ചേർക്കാതെ ഒരിക്കലും പൂർണ്ണമാകില്ല എന്നത് വലിയൊരു സത്യമാണ്. കടമ്പനിട്ട എന്ന് കേൾക്കുമ്പോൾ നമുക്ക് നേരത്തെ കടമ്പനിട്ട രാമകൃഷ്ണൻ, ബഹുമാനപ്പെട്ട MLA ആയിരുന്ന, വലിയ കലാകാരനായിരുന്ന, കവിയായിരുന്ന കടമ്പനിട്ട രാമകൃഷ്ണനെ എപ്പോഴും ഓർമ്മ വരും. പടയണി കവി എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നത്. ഒരിക്കൽ പോലും പടയണി കളത്തിൽ ഇറങ്ങിയിട്ടില്ലാത്ത, പടയണി ചുവടുകൾ വെച്ചിട്ടില്ലാത്ത, പക്ഷേ പടയണിയുടെ പ്രചാരകനും പ്രയോക്താവും എന്ന രീതിയിൽ പ്രശസ്തനായിരുന്ന, പടയണിയെ ദേശാന്തരങ്ങളിൽ എത്തിക്കുവാൻ വേണ്ടി ഏറെ ശ്രമിച്ച ഒരു അതുല്യ പ്രതിഭയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് വഴികാട്ടിയായി നിന്ന ആളെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. കടമ്പനിട്ട രാമകൃഷ്ണൻ ആശാൻ്റെ ഒരു ഗുരുസ്ഥാനീയനായിരുന്നു ശരിക്ക് കടമ്പനിട്ട വാസുദേവൻപിള്ള സാറിൻ്റെ അച്ഛൻ, ഒപ്പം കടമ്പനിട്ട വാസുദേവൻപിള്ള സാറും. അപ്പോൾ അത്രമാത്രം ദൃഢമായ വലിയ ആത്മബന്ധം അവർ തമ്മിലുണ്ടായിരുന്നു. പടയണി രംഗത്തെ സംബന്ധിച്ചിടത്തോളം കടമ്പനിട്ട എന്ന വാക്ക് ചേർക്കപ്പെടുന്നത് വാസുദേവൻപിള്ള സാറിനൊപ്പമാണ്. വാസുദേവൻപിള്ള സാറിനെ ഇന്ന് നമുക്ക് ഈ സെഷനിൽ കിട്ടിയത് വലിയൊരു ഭാഗ്യമാണ്. കാരണം അദ്ദേഹത്തിന് ശാരീരികമായി വലിയ അസ്വസ്ഥതയുണ്ട്. ബഹുമാനപ്പെട്ട MLA യോട് സൂചിപ്പിക്കുകയുണ്ടായി, വലിയ അസ്വസ്ഥതയുണ്ട്. ആ അസ്വസ്ഥതകളെയൊക്കെ തരണം ചെയ്തുകൊണ്ട്, മറികടന്നുകൊണ്ട് അദ്ദേഹം ഈ 2ാം നിലയിലേക്ക് പടി ചവിട്ടി വന്നപ്പോൾ വല്ലാത്ത അതിശയവും ആദരവുമൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടായി. കാരണം പടയണി അത്രമാത്രം അദ്ദേഹം ഹൃദയത്തിൽ കരുതി വയ്ക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു കയറ്റം, ഇങ്ങനെ ഒരു എടുത്തുവരവെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പടയണി ഭാഷയിൽ. അത്ര ഒരു എടുത്തുവരവിന് അദ്ദേഹം തയ്യാറായത്. അപ്പോൾ അതിന് സാറിനോട്, സാറിൻ്റെ പാദത്തിൽ ഹൃദയം കൊണ്ട് നമസ്കരിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ സെഷൻ ആരംഭിക്കാം. പടയണി പ്രകൃതിയുടെ കലയാണ്. പ്രകൃതിയിൽ നിന്ന് അന്യമല്ല പടയണി. എന്തിനും അന്നേരം മറുപടി കൊടുക്കുന്ന ഒരു സാറിനോട്. ഇപ്പോൾ രവി സാർ എന്നെ വിളിച്ചു പറഞ്ഞു, ഞാൻ വന്നുകൊണ്ടിരിക്കുക, താമസിക്കുമെന്ന് സാറിനോട് ഇപ്പോൾ പറയേണ്ട, കാരണം മൈക്കിൽ കൂടെ തെറി വിളിക്കും. അപ്പോൾ ഇപ്പോൾ പറയേണ്ട, താമസിക്കുന്നത് ഞാൻ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, അല്പം താമസിക്കാൻ സാധ്യതയുണ്ട്, പക്ഷേ അത് ഇപ്പോൾ പറയണ്ട, തിരക്കിയാൽ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പടയണിക്കാരുടെ ഇടയിൽ അത്രമാത്രം ഗുരുസ്ഥാനമല്ല, ഗുശബ്ദാത് അന്ധകാരസ്ത്യ രൂശബ്ദസ്ഥ നിരോധക എന്നാണ് ഗുരു എന്ന വാക്കിനർത്ഥം. അന്ധകാരത്തെ ഇല്ലാതാക്കുന്നത് ആരോ അവരാണ് ഗുരു. പടയണിയുടെ പ്രാക്തനമായ വലിയൊരു എടുത്തുവരവിനെ, അതിൽ ഒളിഞ്ഞിരുന്ന പല ഇരുളിനെ ഒക്കെ അറിവിൻ്റെ ചൂട്ടുവെളിച്ചം കൊണ്ട് അകറ്റിയ വലിയൊരു ആചാര്യനാണെന്ന് നമുക്കൊപ്പമുള്ളത്. പടയണിയെക്കുറിച്ച് ഇന്നലെ പടയണി കണ്ടവർക്ക്, ഒപ്പം പടയണിയെക്കുറിച്ച് ദൂരെ മാത്രം നിന്ന് കേട്ടവർക്ക് ഒക്കെ എന്തും ചോദിക്കുവാൻ, പടയണി സംബന്ധമായ എന്തും ചോദിക്കുവാൻ പടയണിയുടെ ഒരു എൻസൈക്ലോപീഡിയ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ വളരെ ഏത് ചോദ്യം, പടയണി സംബന്ധിച്ച് ഏത് ചോദ്യവും നിങ്ങൾക്ക് ഉന്നയിക്കാം. അത് താളമായിക്കോട്ടെ, ചുവടായിക്കോട്ടെ, പാട്ടായിക്കോട്ടെ, എന്തും ചോദിക്കാനുള്ള ആൾ നമുക്കൊപ്പമുണ്ട്. സാറിനെ ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് പടയണിയുടെ ഇൻട്രൊഡക്ഷൻ, പടയണിയുടെ ആമുഖത്തിലേക്ക് കടക്കുവാൻ സാറിൻ്റെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. ഒപ്പം ഇന്ന് ഈ വേദി അലങ്കരിക്കുന്ന മറ്റൊരാൾ NSS കോളേജിലെ അധ്യാപകൻ ഡോക്ടർ അരുൺകുമാറാണ്. നാളത്തെ വാസുദേവൻപിള്ള സാറെന്ന് ഞാൻ അരുൺ സാറിനെ വിശേഷിപ്പിക്കും. കാരണം അത്രയ്ക്ക് ഹൃദയം കൊണ്ട് അദ്ദേഹം വലിയൊരു കൂടിയാട്ട കലാകാരനാണ്. കൂടിയാട്ടത്തിൽ നല്ല മനോഹരമായി മിഴാവ് വായിച്ചിരുന്ന മനുഷ്യനാണ് അദ്ദേഹം. അതൊക്കെ അങ്ങനെ ഒരു ശാസ്ത്രീയമായ അടിത്തറ കൃത്യമായി നേടിയ ഒരു മനുഷ്യൻ അതൊക്കെ ഏതാണ്ട് ഉപേക്ഷിച്ച രീതിയിൽ പടയണിയിലേക്ക്, പ്രത്യേകിച്ച് പ്രകൃതിയുടെ ചിട്ടവട്ടങ്ങളുള്ള പടയണിയിലേക്ക് കടന്നു വരികയും അതിനെ അങ്ങനെ ഹൃദയം കൊണ്ട് ഏറ്റെടുക്കുകയും തൻ്റെ ഇടത്ത്, പണ്ട് വലിയൊരു കാവുണ്ടായിരുന്ന ഒരു സ്ഥലത്ത് പ്രകൃതിയിൽ നിന്ന് മാറി നിൽക്കാതെ, ഒറ്റ വൈദ്യുത വെളിച്ചം പോലും ഉപയോഗിക്കാതെ, മുഴുവൻ ചൂട്ടുകറ്റയുടെ വെളിച്ചത്തിൽ രാവ് നിറയെ വെളിച്ചം കാണിച്ച് പടയണി അവതരിപ്പിച്ച് നമുക്കൊക്കെ കാട്ടിത്തരികയും, നമ്മളൊക്കെ ഈ പടയണിയെ അങ്ങനെ ആകണമെന്ന് ആഗ്രഹിക്കുന്നേ ഉള്ളൂ, ആക്കാൻ നമുക്കൊക്കെ ഇല്ല. കാരണം അത്രമാത്രം വൈദ്യുതി വെളിച്ചം എല്ലായിടത്തും കടന്നു വന്നു, എല്ലായിടത്തും അതാണ് നിറഞ്ഞു നിൽക്കുന്നത്. അതിൽ നിന്ന് മാറിയിട്ട് ഒരു രാത്രി മുഴുവൻ കുന്നുപോലെ കൂട്ടിയിട്ട ചൂട്ടുകൾ കത്തിച്ചുകൊണ്ട് ഒരു രാത്രി മുഴുവൻ ആ വെളിച്ചത്തിൽ പടയണി നടത്തുക എന്ന ഒരു അത്ഭുതകരമായ കാഴ്ച നമുക്കായി കഴിഞ്ഞ 2 വർഷമായി ഒരുക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് വിളിച്ചത്. അരുൺകുമാർ സാറിനെയും ഈ ചർച്ചയുടെ തുടർച്ചയ്ക്കായി, ചർച്ചയുടെ ഒരു ജീവൻ നിലനിർത്തുന്നതിനായി
സാറിൻ്റെ സാന്നിധ്യം ഉപകരിക്കും. ഒപ്പം പ്രസന്നഞ്ചേൺ ഉൾപ്പെടെ വളരെ ഗുരുസ്ഥാനീയരായ ധാരാളം ആൾക്കാർ, പടയണിയുടെ ഗുരുസ്ഥാനീയർ ധാരാളം ആൾക്കാർ ഇവിടെയുണ്ട്. എല്ലാവരുടെയും സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമസ്കരിച്ചുകൊണ്ട് സാറിനോട് ആമുഖ ഭാഷണത്തിനായി സാറിൻ്റെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ ഞങ്ങൾ പടയണി ശകലം കണ്ടു. പടയണി മൊത്തം കാണിക്കാൻ പറ്റുകയില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആരാന്ന് പറഞ്ഞാലും ശകലം ഇവിടെ കാണിക്കാനിടയായി. അപ്പം നിങ്ങളും ഞാനും അല്ലെങ്കിൽ ഞങ്ങളും നിങ്ങളെ കാണുവതെങ്ങനെ? നിങ്ങൾ പറയും കണ്ണുകൊണ്ട്. എങ്കിൽ രാത്രിയാകുമ്പോൾ ഈ ഉതളങ്ങ പോലുള്ള കണ്ണ് എന്തോന് കൊള്ളാം. അപ്പോൾ കണ്ണല്ല, മുൻവശമേ ഇനി കണ്ണുകൊണ്ട് കാണാനാവൂ, പിറകുവശമില്ല. സൈഡേ കണ്ടുകൊണ്ട് കാണാനാവൂ, ഇങ്ങേ സൈഡില്ല. ഉണ്ടോ? ഇല്ല. നിങ്ങളെ കാണണമെങ്കിൽ നിങ്ങൾ എൻ്റെ കണ്ണാവണം. പറ്റുമോ? അതുപോലെ നിങ്ങളെ കേൾക്കണം. എങ്ങനെ കേൾക്കും? നിങ്ങൾ എൻ്റെ കാതാവണം. നിങ്ങളെ മണക്കണം. എങ്ങനെ മണക്കും? നിങ്ങൾ എൻ്റെ മൂക്കാവണം. നിങ്ങളെ രുചിക്കണം. എങ്ങനെ രുചിക്കും? നിങ്ങൾ എൻ്റെ നാക്കാവണം. നിങ്ങളെ തൊടണം. എങ്ങനെ തൊടും? നിങ്ങൾ എൻ്റെ ത്വക്കാവണം. ഈ 5 തരത്തിൽ അറിയാൻ പറ്റും. കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, മൂക്ക് കൊണ്ട്, നാക്ക് കൊണ്ട്, ത്വക്ക് കൊണ്ട്. അതെല്ലാം നിങ്ങളാണ്. ആ നിലയ്ക്ക് നിങ്ങളെ നീ എന്ന് എങ്ങനെ വിളിക്കും? എങ്ങനെ വിളിക്കും? നീ എൻ്റെ കണ്ണാണ്, നീ എൻ്റെ കാതാണ്, നീ എൻ്റെ മൂക്കാണ്, നീ എൻ്റെ നാക്കാണ്, നീ എൻ്റെ ത്വക്കാണ്, എല്ലാമാണ്. അങ്ങനെയെങ്കിൽ നീ എന്നെങ്ങനെ വിളിക്കും? നീയും പറഞ്ഞോ, നീയും ഞാനും നമ്മളും നിങ്ങളും അവരും അവനും എല്ലാം ഞാനും നിങ്ങളും അവരും അവളും അവനും എല്ലാം. ഉത്തരം വന്നില്ല. ഒന്നല്ലേ? നിന്നെ നീ എന്ന് വിളിക്കുവതെങ്ങനെ? നീയും ഞാനല്ലേ? കുഴപ്പമുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നായിട്ട് ഈ ഡിസ്കഷൻ മുന്നോട്ട് കൊണ്ടുപോകാം. ഇന്നലെ പടയനെ കുറിച്ച് കണ്ടു. ആ കണ്ടതിൻ്റെ വെച്ചിട്ട് എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് എന്താ മനസ്സിൽ തോന്നിയത് അതെന്നോട് ചോദിക്കുക. പടയന് വലിയൊരു സംഭവമാണ്. അതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയാൽ ഇന്നും നാളെ ഒന്നും നിൽക്കത്തില്ല. നമുക്ക് ചെയ്യാവുന്നത് നിങ്ങൾക്ക് എന്ത് തോന്നി. ഇന്നലെ കണ്ടല്ലേ കുറച്ച് പേര്, പടയണിക്കാർ വളരെ കുറച്ച് പേരേ ഉള്ളായിരുന്നു എന്ന് പറഞ്ഞു കേട്ടു. ചോദിച്ചുള്ളൂ. എനിക്കറിയാവുന്നത് അറിയാവുന്ന തരത്തിൽ ഞാൻ പറയാൻ നോക്കാം. പടയണിയുടെ അർത്ഥം പട എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സൃഷ്ടി എന്നാണ്. പടച്ചവൻ.
സൃഷ്ടി ദേവത അവരെ നോക്കി പറയുന്നു, പടേ നീ. പടേ പട പടേ കൊളോക്കിയൽ ലാംഗ്വേജാ. പടേ അവനെ ഇവനെ അവളെ മോളെ, പടേ നീ. പടേനി ആവില്ലേ? ആവുമോ? രണ്ടാമത് പടയേ നീ. നീയാണ് പടച്ചവൻ. അതേ അർത്ഥം തന്നെ. പടയേ നീ. പടയ നീ ആയില്ലേ? യാരാല വാശാഷാസാണ ഉണ്ടല്ലോ, ഗഞ്ഞണന്നമ കച്ചടത്തപ്പൊക്കെ ഇല്ലേ? ഗഞ്ഞണ നാൻ തൊട്ടടുത്ത അക്ഷരമല്ലേ? ആണോ? ആണ്. അപ്പോൾ പടേ നീ എന്നുള്ളത് പടയേണി ആവാം, പടയേനി എന്നുള്ളത് പടയണി ആവാം. കൊളോക്കൽ ലാംഗ്വേജിൻ്റെ മാറ്റത്തിൽ വന്ന് സംഭവിച്ചു പോയതെന്നുള്ളൂ. പിന്നെ പടച്ചോറ് എന്താ അർത്ഥം? അമ്പലത്തിൽ ചെന്ന് പടച്ചോറ് വാങ്ങിക്കില്ലേ? എന്താ അതിൻ്റെ വാട്ട് ഇസ് മീനിങ് ദാറ്റ്? പറ, നിങ്ങളോട് പറ. പടച്ചോറെന്ന് പറഞ്ഞാൽ എന്തുവാ? വെള്ളച്ചോറുണ്ട്, പായസച്ചോറുണ്ട്, ഇല്ല പടച്ച് തരത്തില്ലേ? പടച്ചോറിന് എന്താ അർത്ഥം? നിവേദ്യം അല്ലേ? നിവേദ്യമല്ലേ? അപ്പം പടയണി ഒരു നിവേദ്യമാണ്, നിവേദ്യങ്ങളുടെ നിരയാണ്, നിവേദ്യങ്ങളുടെ അണിയാണ്. ഒന്ന് കഴിഞ്ഞ് ഒന്ന് കഴിഞ്ഞ് ഒന്ന് കഴിഞ്ഞ് ഒന്ന് കഴിഞ്ഞ് അറിഞ്ഞ് കയറുകയാണ് നിവേദ്യം. ഇനിയൊന്ന്, കാക്ക പടയോടെ വന്ന് ഇറങ്ങി. അതിൻ്റെ അർത്ഥം എന്തുവാ? കാക്ക പടയോടെ വന്നിറങ്ങി. കൂട്ടം, കൂട്ടത്തിൻ്റെ കലയാണ് പടയണി. ഏത് കൂട്ടത്തിൻ്റെ? ജനക്കൂട്ടത്തിൻ്റെ കലയാണ് പടയണി. ഇറ്റ് ഈസ് ഓഫ് ദ പീപ്പിൾ, by the people, for the people, preserved by the people, and protected by the people, and modified by the people. ആലോചിച്ച് നോക്ക്, കുഞ്ഞുകളിയാണെന്ന്. ഒരുത്തം വിചാരിച്ചെഴുതുമ്പോൾ നശിപ്പിക്കാൻ ഒക്കില്ല. ഓഫ് ദ പീപ്പിൾ, പീപ്പിളിൻ്റെയാണ്, ജനങ്ങളുടേതാണ്. ബൈ ദ പീപ്പിൾ, ജനങ്ങളാണ് ഇതിൻ്റെ കൺസ്ട്രക്റ്റേഴ്സ്, ഉണ്ടാക്കിയത് ജനങ്ങളാണ്. ഫോർ ദ പീപ്പിൾ, അതേ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇത് ഉണ്ടാക്കിയത്. പ്രിസർവ്ഡ് ബൈ ദ പീപ്പിൾ, ആ പീപ്പിളാണ് ഇത് സംരക്ഷിക്കുന്നത്. മോഡിഫൈഡ് ബൈ ദ പീപ്പിൾ, ആ പീപ്പിളാണ് വേണ്ടത് വേണം, വേണ്ടെന്ന് തോന്നിയ കളയാം, പുതുതായിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ ചേർക്കാം. അതിനൊക്കെ ഉള്ള അധികാരം ആർക്കാ ഉള്ളത്? ഫോക്കിന് മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് നമ്മുടെ രാഷ്ട്രീയ ധുരന്ധരന്മാർ, മതമേധാവികൾ, സാംസ്കാരിക നായകന്മാർ, നവോത്ഥാന നായകന്മാർ, ജാതി കോമരങ്ങൾ, യക്ഷിയെയും പക്ഷിയെയും മാടനെയും മർദായെയും കൊണ്ട് നടക്കുന്ന നിനക്കൊക്കെ നാണമില്ലയോടാ, കൊണ്ട കളയടാ എന്ന് പറഞ്ഞത്. യക്ഷിയെ, പക്ഷിയെ, മാടനെ, മർദായെ, പിശാചിനെയും ഒക്കെ കൊണ്ട് നടക്കാൻ നിനക്കൊക്കെ നാണമില്ലയോടാ. പക്ഷെങ്കിൽ നമുക്കറിയാവുന്ന യുഗം 4 ഉള്ളൂ. ഏത് യുഗം? കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ഇത്രയല്ലേ ഉള്ളൂ. അതിനകത്ത് എവിടെയെങ്കിലും പടയണിയുണ്ടോ? ചിന്തിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും നോക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ സംസ്കാരം,
സംസ്കാരം എന്തുവാ? അത് 4 സംസ്കാരമുണ്ട്. ഏതൊക്കെയാണെന്നറിയാമോ? അറിയത്തില്ലേ? അറിയാമല്ലോ. ശക്തേയം, ശക്തി, ഫോഴ്സ് എന്ന സത്യത്തെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ കാലം മുതൽ ഉണ്ടായ സംസ്കാരമാണ് ശാക്തേയം. രണ്ടാമത് അത് ശക്തി തന്നെയാണ് ശൈവം. മൂന്നാമത് വൈഷ്ണവം. നാലാമത് വേദാന്തം. ഇത്രയും സംസ്കാരങ്ങൾ. ഈ സംസ്കാരം എവിടെയെങ്കിലും പടയണിയുണ്ടോ? ശാക്തേയത്തിലെ ആളുകൾ ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ആരൊക്കെയാണ്? ഒന്ന് നമ്മുടെ പാർവതി. 2 ആരാ? ലക്ഷ്മിയാണ്, വാലാഴിമങ്ക ലക്ഷ്മി. 3 ആരാണ്? കാളിയാണ്, ആളുന്നവളാണ്. 4 ആരാണ്? എല്ലാം ഭദ്രമാക്കി നിർത്തുന്നവളാണ്, ഭദ്ര. 5 ആരാണ്? 5-ാമത്തെ ആരാണ്? ദുർഗം പോലൊരു സാധനമുണ്ട്, ദുർഗ. 6-ാമത്തെ ആരാണ്? സരസ്വതി. ഈ 5 പേരിൽ എവിടെയെങ്കിലും പടയണിയുണ്ട്? അത് ആദ്യത്തേതാണ്. അപ്പോൾ ഈ യുഗങ്ങൾ ആദ്യത്തേതിന് അതിൻ്റെ മുമ്പാണ്. സംസ്കാരത്തിന് അതില്ല. അപ്പോൾ ഈ സംസ്കാരവും യുഗം തുടങ്ങുന്നതിൻ്റെ കാലഘട്ടത്തിന് എത്രയോ മുമ്പ് ആദിവാസികളില്ലേ ഇവിടെ? ജനങ്ങളില്ലേ? നോമാഡിക് പീപ്പിളില്ലേ? നടന്ന് പെറുക്കി ഭക്ഷണം കഴിച്ച മനുഷ്യന്മാരില്ലേ? വീടും കൂടും ഇല്ലാതിരുന്നവരില്ലേ? ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അവനെ ആര് കണ്ടു? ആരെങ്കിലും നോക്കിയോ? അവനെ ആര് രക്ഷിച്ചു? രക്ഷിതാരെന്നറിയാവോ? മരങ്ങളാണ്. അവൻ്റെ വേറെ ഒരുത്തനുമില്ലായിരുന്നു അവിടെ. മരങ്ങൾ, വൃക്ഷങ്ങൾ. ആദിവാസിയുടെ ആദ്യ ആവാസ കേന്ദ്രം മരങ്ങളാണ്. അവനവന് വയറ് നിറയാൻ കായ്കൾ കൊടുത്തു, ഇല്ലേ? അറിയില്ലെന്നും. അവന് തൊണ്ട നിറയാൻ നിറയ്ക്കാനുള്ള പഴച്ചാറ് കൊടുത്തു, പഴം കൊടുത്തു, മരങ്ങളാണ്. അവന് തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ ഇലച്ചില്ലകൾ കൊണ്ട് തണുപ്പ് കൊടുത്തു, ചൂട് കൊടുത്തു, മരങ്ങളാണ്. അവന് ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ ഇലച്ചില്ലകൾ കൊണ്ട് തണുപ്പ് കൊടുത്തു, മരങ്ങളാണ്. അവന് ശ്വസിക്കാൻ വായു കൊടുത്തു, മരങ്ങളാണ്. അല്ലേ? അല്ലെന്ന് പറയാമോ? ആരുമില്ല സഹായിക്കാൻ, രക്ഷിക്കാൻ ആരുമില്ല. ഒരു മതവും പോകുന്നൊന്നുമില്ല. അന്ന് കൊടുത്തത് ഇതാണ്. അപ്പോഴവന് തോന്നി എന്തോ ഉണ്ട് മരത്തിൽ, എന്തോ ഉണ്ട്, നമുക്ക് രക്ഷയ്ക്ക് ഉതകുന്ന എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. ആ ഉണ്ട് എന്ന് തോന്നുന്നത് എന്തോ അറിയാമോ? എന്തുവാന്ന് അറിയാമോ? അതാണ് മായ. യാതൊന്നാണോ ഉണ്ട് എന്ന് തോന്നുന്നത്, അതാണ് മായ. ആ മായയാണ് നമ്മുടെ ആദിവാസി ജനങ്ങളുടെ ആദ്യത്തെ രക്ഷാകേന്ദ്രം. ഇനിയും ചോദിച്ചു, അതിനെ ബേസ് ചെയ്തിട്ടാണ് പോകുന്നത്. പടയനർത്ഥം മനസ്സിലായല്ലോ. ഫലശ്രേണി എന്ന് കുറച്ച് അണ്ണന്മാർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഫലശ്രേണി. പടജനങ്ങളുടെ നടുവിലുള്ളൊരു പടയണിക്കുക ചേരുവാൻ വടിവി എന്നൊരു ചാരു കേരള ഭാഷ തന്നെ ജിതം വരൂ എന്ന് കുഞ്ചൻ നമ്പ്യാർ ശ്രീനിലെ വോട്ട് ചെയ്തിരിക്കുന്ന പടജനങ്ങൾ എന്നല്ല, പടജനങ്ങൾ എന്നാ. പടജനങ്ങൾ ആരാണ്? പടന്മാരാണ്. പടജനങ്ങൾ ആരാണ്? സാധാരണക്കാരാണ്. ഇതാണ് വ്യത്യാസം. ഒരുത്തിനൊന്നും ചിന്തിക്കാൻ പോലില്ല. ഒരൊറ്റ പ്രൊഫസർമാർ ഒരുപാടെണ്ണം ഉണ്ട്, ഒരുത്തൻ ആലോചിച്ചിട്ടില്ല. അതിൻ്റെ പടശ്രേണി കൊണ്ട് കടക്കുക.
ഇന്നാണ് കേട്ടോ പറയാതിരിക്കുന്നേ. ഭടന്മാരുടെ ശ്രേണിയാണ്, നിരയാണ്. ആ ഭടന്മാർ നിരയായിട്ടല്ലേ നിൽക്കുന്നത്. ആ നിരയ്ക്കകത്ത് എങ്ങനെ നടുവ് വരുന്നത്? പടയണിക്ക് കളം വേണം, നടുവ് വേണം. എങ്ങനെ കിട്ടും? ഇതൊന്ന് അന്വേഷിക്കണ്ടേ? അതിനെക്കാട്ടി വലിയൊരു രസം കേൾക്കണോ നിങ്ങൾക്ക്? ചേർത്തല അമ്മേ പൊലയാടി, ചേർത്തല അമ്മേ പൊലയാടി. പ്രശ്നമായി. പ്രൊഫസർമാർ കൂടിയിട്ടുണ്ട്. ചേർത്തല പടയണി നടക്കുക കേട്ടോ. പടയണിക്കകത്ത് വിനോദം നടക്കുക, അറിഞ്ഞേറി വിനോദം കളിക്കുക. അപ്പോൾ ഒരുത്തൻ ചേർത്തല അമ്മേ പൊലയാടി, അത് പറയാമോ? അച്ഛനൊന്നും ആലോചിച്ചു, അച്ഛൻ അത് പറയാമോ? അച്ഛാ, ആ ഭാഷ അച്ഛൻ്റെ ഇരിക്കുന്ന ഭാഷയല്ല ഇവിടുത്തെ ഭാഷ. പൊലയാടി. അപ്പോൾ പ്രൊഫസർമാരെല്ലാം കൂടെ പോയി റാണി ലക്ഷ്മിഭായുടെ, റാണി രാജാവിൻ്റെ ഭരണമാണ്. റാണി ലക്ഷ്മിഭായുടെ കാൽക്കൽ വീണ് എൻ്റെ കുഞ്ഞമ്മേ ഇതൊന്ന് നിർത്തി തരണേ. ഈ തെറി പറയുന്നു ചേർത്തല പഠനക്കാരെല്ലാം കൂടെ, ചീത്ത പറയുന്നു. ഈ ഞങ്ങൾക്ക് കേട്ടോണ്ടിരിക്കാൻ പ്രയാസമാണ്, നിർത്തി തരണേ. മുമ്പോട്ടും നോക്കിയില്ല, പുറമ്പോട്ടും നോക്കിയില്ല. റാണി ലക്ഷ്മിഭായി പടയണി നിർത്തിവെച്ചു. അന്വേഷിക്കണ്ടേ? അങ്ങനെ ഇടയ്ക്ക് സംഭവം പറഞ്ഞതാ. പുലം എന്താണെന്നറിയോ? മണ്ണല്ല, പാടം എന്നാണ്. പാടം, മണ്ണ് കരയല്ലേ, ജലങ്ങൾ ചേർന്നതാണ് പാടം. പാടത്തെ ആശ്രയിച്ച് കഴിയുന്നവനാണ് പുലയൻ. ജാതിയല്ല, ഇന്നിവിടുന്ന് നോക്കരുത്, മതമല്ല, ജാതിയും മതവും നാപ്പുമില്ല. പുലം പാടം. പാടത്ത് ആടി നിൽക്കുന്നവളല്ലേ പുലയാടി? ആണോ ചേച്ചി? പാടത്ത് അങ്ങോട്ടും ആടി നിൽക്കുന്നവളല്ലേ? പാടത്ത് ആടി നിൽക്കുന്നത് ആരാ ചേച്ചി? പറയൂ. നെല്ല്. നെല്ലാരാ ചേച്ചി? മഹാലക്ഷ്മി അല്ലേ? ആണോ? ആ, എനിക്കറിയാൻ വയ്യ. മഹാലക്ഷ്മി അല്ലേ? അല്ല പ്രസാദ്, ആന്ന്. മഹാലക്ഷ്മി നെല്ല് അന്നമല്ലേ? അന്നമല്ലേ? ആണോ? അന്നം ബ്രഹ്മമല്ലേ? അക്ഷരാഭ്യസിലെ പടയണിക്കാനും പറഞ്ഞു വെച്ച കളി നിങ്ങൾ കണ്ടോ? അവൻ ആരാണ്? ഈ മഹാലക്ഷ്മിയെ ബ്രഹ്മത്തിൽ കവിഞ്ഞൊന്നുമില്ലല്ലോ, ക്ലാപ്പൊന്നുമില്ലല്ലോ. അത് ബ്രഹ്മമല്ലേ എന്ന് പറയാനുള്ള തൻ്റെ ഇടം പടയണിക്കാരനുണ്ട്. അത് മനസ്സിലാക്കാതെ തൻ്റെ ഇടം ഇവിടെ പ്രൊഫസർമാർക്കില്ല. എന്ത് ഇത് പടയണിയുടെ ഒരു സംഗതിയാണ്. ഒന്നുകൂടെ ഞാൻ സൂചിപ്പിക്കട്ടെ. മൂലാധാരത്തിലിരിക്കുന്നതിനെ ഇന്നലെ പന്തളത്തുകാർ പറഞ്ഞോന്ന് എനിക്ക് സംശയമുണ്ട്. കേട്ടുണ്ടോ? മൂലാധാരത്തിൽ എന്തോ ഇരിക്കുന്ന ദീട്ടമല്ലേ? ആന്നോ? ഇരിക്കുന്നതിനെ ചുമച്ചിളക്കി മേപ്പോട്ട് കൊണ്ടുവന്ന് തൊണ്ടക്കുഴി വെച്ച് കൊത്തി ഉടച്ചു കുടിച്ചാൽ എന്തൊരു സ്വാദായിരിക്കും. ചിരി വരുന്നില്ല എല്ലാവർക്കും, എനിക്കറിയാം. നിങ്ങൾ ചിരിക്കും. നിങ്ങളാണ് മൂലാധാരത്തിൽ പിന്നെന്താ ഇരിക്കുന്നത്? മൂലാധാരത്തിലിരിക്കുന്നതിനെ ചുമച്ചിളക്കി ഛർദ്ദിക്കുമല്ലോ, മേപ്പോട്ട് കൊണ്ടുവന്നിട്ട് തൊണ്ടക്കുഴി വെച്ച് കൊത്തി ഉടച്ച് ശബ്ദത്തിലായി. അപ്പോൾ പകുതിയെങ്കിലും അകത്തിയില്ല. പക്ഷെ എന്തൊരു സ്വാദായിരിക്കും. വല്ല ഒന്നിൽ നിങ്ങൾക്ക് പറയാനുണ്ടോ? ഉണ്ടോ? കഷ്ടമാണ്. പടിയാറും കടന്നവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാമേ ശിവശംഭോ എന്ന് പാടുന്നുണ്ട്. പടി 6. ഏതൊക്കെയാ പടി?
മൂലാധാരം ഒന്നാമത്തെ പടി. അതിൻ്റെ മുകളിൽ സ്വാധിഷ്ഠാനം, നാഭിയുടെ സ്വാധിഷ്ഠാനം. മൂന്നാമത്തെ പടി മണിപൂരകം, പുക്കിളിൻ്റെ മണിപൂർ, വയറല്ലേ അത്. ആ മൂലാധാരം താഴെ കൊതം നമുക്ക് പറയാം, ചിരിക്കണ്ട, അത് ആ വാക്ക്. സ്വാധിഷ്ഠാനം നഭി, ലിംഗഭാഗം, മണിപൂരകം വയറ്, അനാഹതം നെഞ്ച്, വിശുദ്ധി തൊണ്ട. ആഹത ശബ്ദം അനാഹത ശബ്ദം മടക്കലഘോഷണം അറിയത്തില്ലേ? ആഹത ശബ്ദം എവിടെ? താഴെയാണ്, കേൾക്കത്തില്ല. അനാഹതം തൊണ്ടയ്ക്കുള്ള ആഹതം, അത് കേൾക്കാം. തൊണ്ടയ്ക്ക് വന്നെങ്കിൽ ഈ താഴെ ഇരിക്കുന്ന കുണ്ടലിനി എന്ന് പറഞ്ഞ സാധനം എനിക്കറിയാൻ വയ്യ എന്തോ, ഇത് ഇങ്ങോട്ട് മൂപ്പിച്ച് കൊണ്ടുവന്ന് തൊണ്ടക്കുഴി വെച്ച് കൊത്തി ഉടച്ച് കുടിച്ചെങ്കിലേ ശബ്ദം വരത്തുള്ളൂ. അപ്പം മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി. ആജ്ഞയുണ്ട്. ഇത്രയും ശബ്ദമായി. ആ ശബ്ദത്തെ ഒന്ന് ഭംഗിയാക്കണ്ടേ, ഒന്ന് സൂചിപ്പിക്കണ്ടേ? അതിന് അടുത്തത് ആജ്ഞ, ആറാമത്തെ. ഏഴ് സഹസ്രാര പത്മം, തലച്ചോറ്. മനുഷ്യനെക്കുറിച്ചുള്ള പാഠങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്ക്. മറ്റൊരു പ്രശ്നവുമില്ല. എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് മുഴുവൻ മനുഷ്യനെക്കുറിച്ചാണ്. മനുഷ്യ ശരീരത്തെക്കുറിച്ചല്ലേ. അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം, ബുദ്ധിമയ കോശം, ആനന്ദമയ കോശം. വിഷ്ണു അതിൻ്റെ ശരീരത്തെക്കുറിച്ചല്ലേ പറഞ്ഞ്? ആണല്ലോ. വേറെ ഒരു ശിവനും വേണ്ടി. അതിനകത്ത് ചൂട്, അഗ്നി, അതാരാണ്? ശിവൻ. വായു ആരാണ്? വിഷ്ണു. സൃഷ്ടിക്കാരാണ്? ബ്രഹ്മാവ്. ജലത്തിനാരാണ്? വരുണൻ. ആകാശത്തിനാരാണ്? ഇന്ദ്രൻ. ഒരൊറ്റ പെണ്ണിനെ പോലും എടുക്കാൻ കഴിഞ്ഞില്ലോ എന്ന് ഞാൻ അത്ഭുതപ്പെടുക. ഇത്രയും പെണ്ണുങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ടായിട്ട് ഒരുത്തിയെ ശിവൻ ഭാര്യയാക്കി, പാർവതി. മറ്റൊരുത്തി ലക്ഷ്മിയല്ലേ, ലക്ഷ്മിയെ വിഷ്ണു ഭാര്യയാക്കി. അത് ചെയ്യാനൊക്കും. അപ്പോൾ എൻ്റെ സംശയം, ബ്രഹ്മ, മാ അമ്മ, ബ്രഹ്മ ബൃഹത്തായ അമ്മ, അതായിരുന്നില്ലേ ആദ്യം? ആ ബ്രഹ്മയെ കെട്ടിച്ചു കൊടുക്കാൻ ഒരു പുരുഷനെ കിട്ടിയില്ല. കിട്ടിയോ? ഇല്ല. അപ്പോൾ പിന്നെ സൃഷ്ടിക്ക് പെണ്ണിനെപ്പോലെ തന്നെ ആണും ശക്തനാണ് അല്ലേ എന്ന് ശിവന് മനസ്സിലാക്കി. ശിവൻ നന്ദിയാ, നല്ല തീയാണ്. മനസ്സിലായി? പശുപതിയാണ്, പശുവിൻ്റെ ഭർത്താവാണ്. അപ്പം ശിവൻ കാള വ്യാരിച്ചിട്ടാണ് സംഭവം നടന്നത് അല്ലേ? നന്ദി, പശുപതി. അപ്പോൾ പുരുഷനാണ് ആദ്യത്തെ സൃഷ്ടിയുടെ ഉറവിടം. അതുകൊണ്ട് ബ്രഹ്മ എന്നുള്ള സങ്കല്പത്തെ ബ്രഹ്മാവ് ആക്കിയേക്കാം. ബ്രഹ്മാവാക്കി, ആണാക്കി. അപ്പം നമുക്കൊരു പെണ്ണ് വേണമല്ലോ. ഈ പഞ്ചഭൂതത്തിൻ്റെ അവസാനത്തെ ഒരു കക്ഷിയുണ്ട്, സരസ്വതി. സരസ്വതിയെ പിടിച്ച് കെട്ടിച്ചു കൊടുത്തു. അപ്പോൾ ശരിയായില്ലേ? അവസാനത്തെ സംഗതി അതാണ്. അപ്പോൾ ഇനി ഞാനിങ്ങനെ പറഞ്ഞു പോകും. ചോദിച്ചു നിങ്ങൾക്ക് തോന്നിയത്. ഇന്നലെ നടന്ന പടയണിയിലെ പിന്നെ ആദ്യം കാണിച്ചത് മാടനും മറുതയൊക്കെ കളയുന്ന, ഉച്ചാരണം ചെയ്യുന്നൊരു പോലെ തോന്നിയത് ആദ്യത്തെ രംഗം. മാടനെയും മറുതയും ഉച്ചാരണം ചെയ്യുകയാണോ? അല്ല, അങ്ങനെ ഞാൻ സംശയം നോക്കിയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് യക്ഷിയെ അവതരിപ്പിച്ചത്
പ്രകൃതിയുടെ സൗന്ദര്യ ദേവതയായിട്ട് അവതരിപ്പിച്ചത്. ഓക്കെ ഓക്കെ. അപ്പൊ അതെന്താ അതങ്ങനെ മാടൻ, മറുത, യക്ഷി, പക്ഷി, പിശാച് ഇതെല്ലാം പ്രാകൃത ആരാധനാ പാത്രങ്ങളാണ്. നമുക്കറിയാം ആടുകൾ, മാടുകൾ രണ്ടെണ്ണമില്ലേ? ഉണ്ടോ? ആടുമുണ്ട്, മാടുമുണ്ട്. മാടിൽ ഏറ്റവും സുന്ദരനാരാണ്? മാടുകളിൽ ഏറ്റവും സുന്ദരനാരാണ്? കാളയല്ലേ? ആന്നോ? ആന്നോ? ആന്ന് പറ, അല്ലെന്ന് പറ. കാളയാണ് സുന്ദരൻ. അതാണ് മാടുകളുടെ അധിപനായത്. ആ മാടുകളുടെ അധിപനാണ് മാടൻ. മാടനെ കൊണ്ട് കളയാനാ പന്നന്മാരെ എന്ന് പറഞ്ഞ നവോത്ഥ നായകന്മാരുണ്ടല്ലോ, അവനൊക്കെ ഉണ്ടാക്കിയ അമ്പലത്തിനുണ്ടല്ലോ, അമ്പലത്തിൽ ശിവൻ്റെ അമ്പലം ഉണ്ടല്ലോ, അതിന് മുമ്പ് കാളയായിപ്പോഴും. അല്ലയോ? എന്തോ കഷ്ടപ്പെടില്ല. ഏത് ശിവക്ഷേത്രത്തിലെ കാളയില്ലാത്ത? ശിവൻ്റെ ആദ്യത്തെ സ്വരൂപമാണ് നന്തി എന്നാണ് പറയുന്നത്. തീ, നല്ല തീ. തീ ഒരു പ്രധാനപ്പെട്ട ആദ്യത്തെ അനുഭവമാണ് നോമാഡിക് പീപ്പിളിൻ്റെ. തീ നല്ലൊരു സ്വഭാവം സംഗതിയാണല്ലോ. എന്താ കുഴപ്പം? എന്താ ഗുണം? അശുദ്ധമായി കിടക്കുന്ന ഒരുപാട് ചാവൻ അലിഞ്ഞ് പൊളിഞ്ഞ് കിടക്കുന്നു, തിരിച്ച് നടക്കുകയാണ്. അവർക്ക് അവിടെ നിൽക്കാൻ വയ്യ, ഓടുകയാണ്. ചിലപ്പോൾ അവിടെയും പിന്നെ 2 ആഴ്ച മുമ്പ് ചാർജിങ് മുന്നിൽ സാധനം കിടക്കുന്നു. അപ്പോൾ ഒരുത്തിനും തോന്നിക്കാണും, നമുക്കിതൊന്ന് കത്തിച്ച് കളഞ്ഞാലോ. കാട്ടുതീയൊക്കെ ഉണ്ടല്ലോ. കത്തിച്ച് കളഞ്ഞപ്പോൾ എൻ്റെ അച്ചു എന്തോ പറയാൻ, ശുദ്ധമായില്ലേ, സുന്ദരമായില്ലേ, വിശുദ്ധമായില്ലേ. അപ്പം വിശുദ്ധമാക്കാൻ പറ്റുന്ന ഒരു സാധനമല്ലേ തീ. ആദ്യമായിട്ട് മറ്റൊന്നും അറിയത്തില്ല, മനസ്സിലാക്കിക്കൊണ്ട് ആദ്യം തീ, നല്ല തീ. അതല്ലേ നന്ദിയായത്? ആണോ? ഒന്ന് ആലോചിച്ച് നോക്ക്. നന്തി, കുന്തി, അത് കുന്തിയ, അത് വേറെ അവിടെ കിടക്കുന്നു. കുന്ന് എന്തുവാ? ഭൂമിയല്ലേ? കുന്നിൻ്റെ വെളിച്ചം, കുന്നിൻ്റെ തീ, അതല്ലേ കുന്തി. കുന്തി പുരാണത്തിലെ ഭൂമിയല്ലേ? ആണോ? ഭൂമി ആരാണ് ഇവിടുത്തെ? കരിമാല ഏക്ഷേതോ നീ പാടുക പടയണിക്കാരന്. അപ്പം മാടനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുകയാണ്, മാടനെ ആരാധിക്കുകയാണ്. ഇന്നലെ ചെയ്തത് അല്ലേ? അത് പാടില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്, വലിയ ആളുകൾ പറയുന്നത്. എന്തുകൊണ്ട് പാടില്ല? അറിയില്ല. പല പറഞ്ഞിട്ട് ശിവത്തിന് മുമ്പിൽ കാളെ വെച്ചിരിക്കുക. അപ്പോൾ ഇങ്ങനെ നടന്നു പോകുന്ന കൂട്ടത്തിൽ പെട്ടെന്ന് കാല് വച്ചിട്ട് ഇരുന്ന് പോകും ഇല്ലേ? ഒന്നിച്ച് നടന്നു പോകുന്ന കൂട്ടത്തിൽ പെട്ടെന്ന് നടക്കാൻ വയ്യാതിരിക്കും. അത് മൈൻഡ് ചെയ്യുന്നില്ല, നമ്മളങ്ങ് പോകും. മൈൻഡ് ചെയ്തൊക്കെ സമയമൊന്നും ആയിട്ടില്ല. വീണ്ടും ഒന്നും പെട്ടെന്ന് വീണ് അനങ്ങാ കിടക്കുന്നു, അത് മൈൻഡ് ചെയ്യുന്നില്ല, പോവും. പിന്നെ നടക്കാൻ വയ്യാതെ വരുന്ന സമയത്ത് തിരിച്ചു വരുമ്പോൾ ഉണ്ടല്ലോ, ഇന്നലെ കാലറ്റ് പോയ കക്ഷി പഴുത്ത് കിടക്കുക, നാറമല്ലേ, അവിടുന്ന് ഓടും. 2 ആഴ്ച മുമ്പ് വീണ കക്ഷി പുഴുത്ത് അലിഞ്ഞ് കിടക്കുക, മാറും. അവിടെ കത്തിച്ചേക്കുന്ന സംഗതി. പക്ഷേ ഇതിൽ പല പ്രാവശ്യമായപ്പോൾ അവൻ്റെ മനസ്സിലായി ഇത് വേറെ സാധനമാണ്. ഇങ്ങനെ വീണ് കിടക്കുന്ന അടുക്ക കൊണ്ടൊരു പാമ്പ് പോകുന്നു, ഒരു പാമ്പ് എഴഞ്ഞ് പോകുന്നു. ഒരു വിവരം അറിയുന്നില്ല. എന്തായി? പാമ്പ് എന്തോ ചെയ്തു? പാമ്പൊന്നും ചെയ്തിട്ടില്ല. പാമ്പ് അതുവഴി പോയതേ ഉള്ളൂ. പക്ഷേ ഇയാൾ എഴുന്നേൽക്കുന്നില്ല. അങ്ങനെ പല പ്രാവശ്യമായപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇതിന് കാരണം പാമ്പ് തന്നെയാണ്. പാമ്പ് തീണ്ടുക എന്നാണ് പറയുന്നത്, വിഷം തൊടുക എന്നാണ് പറയുന്നത്, തീണ്ടുക എന്നാണ് പറയുന്നത്. മുറിവ് കാണത്തില്ല. അങ്ങനെ ഇപ്പോൾ പാമ്പ് ഒരു ശത്രുവാണല്ലോ എന്ന് തോന്നില്ല. പക്ഷെ മറ്റു പല പ്രാവശ്യം കണ്ടു
നടന്നു പോകുമ്പോൾ പാമ്പ് അതുവഴി പോകുന്നു, ഉപദ്രവിക്കുന്നില്ല. അപ്പോൾ എൻ്റെ സ്വാഭാവികമായിട്ട് രക്ഷിക്കാൻ ബാധ്യതപ്പെട്ട കക്ഷി, ശിക്ഷിക്കാൻ ബാധ്യതപ്പെട്ട കക്ഷി, രക്ഷിക്കാനും ഉണ്ട് നമുക്ക്. രക്ഷയ്ക്കും ശിക്ഷയ്ക്കും തമ്മിൽ. അങ്ങനെ ആദ്യത്തെ ആരാധനാ കേന്ദ്രം നാഗമാണ് സാറേ. പ്രാകൃതൻ്റെ നാഗം, അക്ഷരാഭ്യാസമില്ലാത്തവൻ്റെ നാഗം. ആ നാഗമാണ് ഇന്ന് ശിവൻ്റെ കഴുത്തേ കിടക്കുന്നത്. ആ നാഗമാണ് വിഷ്ണു കിടക്കുന്നത്, അനന്തൻ. ആ നാഗമാണ് കാളി. ശിവൻ്റെ കഴുത്തല്ല ഞങ്ങളുടെയൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ, വള്ളി പോലെ നിറമൊത്ത പാമ്പുകളോ ചാമ്പലും ചൂടി ടെല്ലുകൊണ്ടു ചമച്ച മാലകളോ ത്രീതാരതെയ്ത ഇല്ലേ. പുലവൃത്തം. പുലവൃത്തം പറഞ്ഞാൽ പുലം പാടം. പുലരുടെ കളിയാ, ജാതിയല്ല, ഗോത്രം മാത്രമാണ്. കാളി ഉണ്ടല്ലോ, വട്ടമായ മിടിക്കുമീതണിയോ നാഗങ്ങൾ നല്ല പട്ടുടൊപ്പുടയാട പാമ്പുകളോ തെയ്താര തെയ്ത. അപ്പോൾ പാമ്പായോ? ആദിവാസിയുടെ ആദ്യത്തെ ദേവത ആധുനിക യുഗത്തിൻ്റെ തലയെ കൊണ്ട് നടക്കുക ഓരോരുത്തനും. എന്നിട്ട് ആ പ്രാകൃത കൊണ്ട് കളയിടാന്നാണ് പറയുന്നത്. നാണമില്ലല്ലോ. തൽക്കാലം ഇത്രയൊക്കെ പോരെ, ബാക്കി പിന്നെ പറയാൻ നോക്ക്. പ്രാകൃത സമൂഹം കണ്ടെത്തിയതിനെക്കാട്ടി ഒരു ചുവട് മുന്നോട്ട് വെക്കാൻ ആധുനിക സമൂഹത്തിന് കഴിഞ്ഞിട്ടില്ല. അഞ്ചാലൊന്നിൻ്റെ പഞ്ചഭൂതം, അഞ്ചാലൊന്നിൻ്റെ മധ്യേ മരതക മലപോൽ ഭോഗ ഭോഗേന്ദ്ര ചൽപ്പേ ചാഞ്ചൽ ചില്ലേ വിലാസൈ ത്രിഭുവനമഖിലം കാത്തു രക്ഷിക്കുമാദ്യൻ പഞ്ചാനാം പാണ്ഡവാനാം പ്രിയസഖി തിരുവാറൻ മുളത്തമ്പുരാനൻ നെഞ്ചിൽ കെഞ്ചിൽ പിരിഞ്ഞിടരുത് അതിനനുശം കാലമേ ഇല്ലേ. എന്താ സാധനം? അത് കിട്ടുന്ന തൊഴുക അല്ലേ. അഞ്ചാലൊന്നിൻ്റെ മധ്യേ, അഞ്ചിൽ ഒന്ന് ഏതാ? അഞ്ചാലിൻ്റെ ഒന്നെന്നല്ല, അഞ്ചിൽ ഒന്ന് ഏതാ? വെള്ളം, സമുദ്രം. മധ്യേ മരതകമല പോൽ ഭോഗഭോഗിന് തൽപ്പേ, മരതകമല പോലെ അനന്തൻ. വെള്ളത്തിൽ അനന്തൻ്റെ ശയനം. അഞ്ചാലൊന്നിൻ്റെ മധ്യേ മരതകമല പോൽ ഭോഗഭോഗിന് തൽപ്പേ ചാഞ്ചൽ ചില്ലി വിലാസൈ വെളിച്ചം. ത്രിഭുവനമഖിലം കാത്തുരക്ഷിക്കുമാദ്യൻ വായു. ഇവിടെ കിട്ടിയോ? അഞ്ചാലൊന്നിൻ്റെ മധ്യേ ജലത്തിൽ, മരതകമല പോൽ ഭോഗേന്ദ്ര തൽപ്പേ ഭൂമി, ചാഞ്ചച്ചില്ലേ വിലാസൈ അഗ്നി, ത്രിഭുവനമഖിലം കാത്തുരക്ഷിക്കുമാദ്യൻ വായു. പഞ്ചാനാം, നാലെണ്ണമായില്ലേ? അഞ്ചാമൻ ആരാ? അഞ്ചാനാം പാണ്ഡവാനാം. അങ്ങനെ പാണ്ഡവാനായി? അഞ്ചാമത്തെ അവനല്ലയോ അർജുനന്. അർജുനൻ ആരുടെ മോനാ? ഇന്ദ്രൻ്റെ മോനല്ലയോ? ആണോ? പ്രിയസഖി, അർജുനൻ്റെ കൂട്ടുകാരനല്ലേ കൃഷ്ണൻ. തിരുവാരൂർ ആലോചിക്കുക, ആ ശ്ലോകത്തിൽ പോലും പഞ്ചഭൂതങ്ങളാണ് നോട്ട് ചെയ്തിരിക്കുന്നത്. എത്ര ശ്ലോകങ്ങൾ ഞാൻ കാണിച്ചു തരാം. യാ കുന്ദേന്ദു തുഷാരഹാരധവള, യാ ശുഭ്രവസ്ത്രാവൃത, യാ വീണാവരദണ്ഡ മണ്ഡിതകര, യാ ശ്വേതപത്മാസന, യാ ബ്രഹ്മ അച്യുത ശങ്കര പ്രഭൃതി ദേവൈ സദാ പൂജിത, സാമാംബാദു സരസ്വതി ഭഗവതി നിശ്ചേഷ്ടജാഡ്യാപക. തീർന്നില്ലേ? യാ കുന്ദേന്ദു, തുഷാരം, തുഷാരം മഞ്ഞ ജലമല്ലേ. യാ ശുഭ്രവസ്ത്രാവൃത, യാ വീണാവരദണ്ഡ മണ്ഡിതകര. വീണ ശബ്ദം, ആകാശത്തിൻ്റെ അല്ലയോ ഗോപാലൻ സാറ്? ആകാശത്തിൻ്റെ അല്ലേ ശബ്ദം? ആ ശബ്ദം അല്ലയോ? ശബ്ദത്തിൻ്റെ ഗുണമല്ലേ വീണ? ആകാശം. അപ്പോൾ ജലവുമായി ആകാശമായി. യാ ബ്രഹ്മ അച്യുത ശങ്കര പ്രഭൃതി, ബ്രഹ്മാവായി, അച്യുതനായി, ശങ്കരനായി. മൂന്നെണ്ണമായി. മൂന്നിനോട് അഞ്ചായില്ലേ? ദേവൈ സദാ പൂജിത, ഈ അഞ്ചെണ്ണം പൂജിക്കുന്ന സാമാംബാദു സരസ്വതി, ആറാമത്തെ സരസ്വതി. നമസ്കാരം. ആദി ജനസമൂഹം പറഞ്ഞു കാണിച്ചു വെച്ച്
പഞ്ചഭൂത എന്ന സങ്കല്പം അപ്പോൾ ഒന്നും പോയില്ല. അവരെ കരിനാഗേക്ഷിയാക്കി, അവർ തിരുനാഗേക്ഷിയാക്കി, അവരെ എരിനാഗേക്ഷിയാക്കി, അവർ പറനാഗേക്ഷിയാക്കി, അവരെ പരനാഗേക്ഷിയാക്കി, അവർ മായേക്ഷിയാക്കി, അവർ സുന്ദരേക്ഷിയാക്കി. ആക്കിയോ നിങ്ങൾ? വെളിച്ചം മാത്രം, മായേക്ഷി ഇരുട്ടാ, ഇരുട്ടിലൊന്നും കാണാൻ ഒക്കത്തില്ല, അതുകൊണ്ടൊന്നും മനസ്സിലാവത്തില്ല. അതുകൊണ്ട് ഇരുട്ട് തെളിഞ്ഞാലോ കാണണ്ടേ? വെളിച്ചം, അതാ സുന്ദരേക്ഷി. ആ വെളിച്ചം ഇല്ലെങ്കിലോ ഇരുട്ടാവുമല്ലേ? സുന്ദരേക്ഷി വെളിച്ചത്തിനകത്ത് സാധനങ്ങൾ വിറക് വേണം, മറ്റേ പലത് സംഗതി വേണം, അല്ല കത്തുകയില്ല. വെളിച്ചമില്ലെങ്കിലോ ഇരുട്ട് സാവകാശമല്ല, സ്വാധീനം ഇങ്ങനെ ഇറങ്ങി പോകും. ഒത്തിരി സഹായം വേണ്ട, കയറി വന്നുകൊണ്ടിരിക്കും. സ്വാധീനം വേണ്ട, ഈ വന്നുകൊണ്ടിരിക്കും. ഇരുട്ടുമില്ലെങ്കിലോ ആലോചിച്ച് നോക്ക്, നിങ്ങളൊന്ന് ആലോചിക്കാൻ വേണ്ടി. വെളിച്ചമില്ല, ഇരുട്ടുമില്ല. വാട്ട് വിൽ ബി ദ പൊസിഷൻ ഓഫ് ദി നേച്ചർ? പടയണി വേദമോരോ മൊട്ടയായോരുണ്ടു വന്ന കാലത്തെങ്കിൽ വിണ്ടോ പിളർന്നു ഭൂമി ആകാശം തോന്നി. മനസ്സിലായല്ലോ? വിണ്ടു പിളർന്ന് ഭൂമി തോന്നി, ആകാശം തോന്നി. ഇരുളും വെളിവതില്ല, ഈശനതിൽ മൂവരില്ല, ഇരുന്ന നാളുളവായ ആരായെന്നറിയാമോ? അതാണ് പിശാച്. പടയണിക്കത്തെ പിശാച്. എന്താ പ്രശ്നമില്ലേ ഇവിടെ? ആ പിശാചാണ് ആംപിശാചായത്, പെമ്പിശാചായത്, എരിപ്പിശാചായത്, പറപ്പിശാചായത്, ഗണപതിയായത്. മിത്താണ്, അല്ലെന്ന് ആരും വേണ്ട ഒരു കാര്യമില്ല ഇവിടെ. അനുഭവമാണ്. അനുഭവം വിശ്വാസമാവുന്നു. ആ വിശ്വാസം ചിലപ്പോൾ സത്യമായിരിക്കും, ചിലപ്പോൾ കള്ളമായിരിക്കും. അതിനൊരു രൂപം വേണം. രൂപം ആരെയാണ് ഉണ്ടാക്കിയത്? ഗജാനനെയാണ് ഉണ്ടാക്കിയത്, ലംബോദരനെയാണ് ഉണ്ടാക്കിയത് അല്ലേ? ഏറ്റവും ശാപ്പാടാ പ്രശ്നം ഇല്ലേ? ശാപ്പാടുണ്ടാക്കി കൊടുക്കുകയാണ്, അതിനെ തൃപ്തിപ്പെടുത്തിയിട്ട് വേണം നമുക്ക് ശാപ്പാട് കിട്ടാൻ. ഗണപതി അതല്ലേ സാധനം, വിഘ്നേശ്വരനല്ലേ, വിഘ്നം ഉണ്ടാക്കുന്നവനല്ലേ? ഈ പിശാച് അത് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പറയുന്നത് ഒന്ന് കൈയടിച്ച് കിണ്ണ അടിയല്ല വേണ്ടത്. ആറുപോലെ തോടുവെട്ടി തോട്ടകത്തോരിലയുമിട്ട് കുന്നുപോലെ ചോറ് കൂട്ടി കുടത്തോടെ നെയ്ചരിച്ച നിനക്ക് ഇട്ട ചോറ്റിനാക തെന്തുള്ളൻ്റെ കൊതിപ്പിശാച്ച്, നിനക്ക് ഇട്ട ചോറ്റിനാക താമയുടെ തലയുമുണ്ട്, ആമയുടെ തലയുമുണ്ട്, കോഴിതൻ്റെ കുടലുമുണ്ട്, കോഴിതൻ്റെ കുടലെ ചൊല്ലി കൊണ്ടാടുന്നൻ പേക്കണങ്ങൾ ആമയും വരാലുമ ഇട്ടഴകിനോടെ ഊട്ടുവേ ഞാൻ നിന്നെ ഏടാ കണ്ടൊഴിക അള്ളു പിശാച്, കാട്ടുവേ ഞാൻ നിന്നെ ഏടാ ഉണ്ടൊഴിക അള്ളു പിശാച്, ആംപിശാചും പോന്നൊഴിക, പെമ്പിശാചും പോന്നൊഴിക, എരിപ്പിശാചും പോന്നൊഴിക, പരപ്പിശാചും അപ്പോ സാറ് ജനക്കൂട്ടം ജനത്തിൻ്റെതാണ്. സാർ ഇതുവരെ പറയാൻ ശ്രമിച്ചത് ഒരുപക്ഷെ പടയണിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് പെട്ടെന്ന് വഴങ്ങുമെങ്കിലും ആദ്യമായി അദ്ദേഹത്തിൻ്റെ ഭാഷണത്തിലൂടെ കടന്നു പോകുന്നവർക്ക് ഒരുപക്ഷെ എന്താണ് എന്നൊരു സംശയം ഉണ്ടാകാം. പടയണിയുടെ അകത്തിറങ്ങി നിന്നാണ് സാർ സംസാരിച്ചത്. അതുകൊണ്ട് മറ്റൊന്നുമല്ല പറഞ്ഞു വെച്ചത്. പ്രകൃതിയുടെ കലയാണ് പടയണി, പ്രാകൃതമാണ്, പ്രകൃത്യാകൃതമായതാണ് പടയണി. അതിങ്ങനെ വന്ന് ഏറ്റവും അതെ വൃത്തികെട്ടതെന്നല്ല, പ്രാകൃതം എന്ന് വെച്ചാൽ വൃത്തികെട്ടതെന്നല്ല, പ്രകൃത്യാകൃതമായത്, പ്രകൃതി ഉണ്ടാക്കിയ കലയാണ്. അവിടെ നിന്ന് ഏറ്റവും പുതിയ സങ്കല്പങ്ങളിലേക്ക് യാകുന്തേന്തു തുഷാരഹാരധവള എന്ന ഏറ്റവും പുതിയ സങ്കല്പത്തിൽ വരുമ്പോഴും പടയണിയുടെ തത്വത്തിൽ നിന്ന് മാറി നിൽക്കാൻ ഒക്കുന്നില്ല. പടയണി പ്രാകൃതമായ ഒന്നിൽ നിന്നും മാറി മനുഷ്യന് പുരോഗമനമില്ല എന്ന, മനുഷ്യൻ എത്ര വളർന്നാലും എത്ര പുരോഗമിച്ചാലും കാലുകുത്തി തന്നെയാണ് നടക്കുന്നത് എന്ന വളരെ മനോഹരമായ ഒരു തത്വത്തെയാണ് സാർ ഇവിടെ പറഞ്ഞു വയ്ക്കാൻ തുടങ്ങിയത്. പ്രകൃത്യാകൃതമായത് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരു സംശയം ഉണ്ടായത് അത് അരുൺ സാറിനോടാണ്. ഈ പ്രകൃത്യാകൃതമായ ഈ ഒരു കലയിലേക്ക് എങ്ങനെയാണ് തപ്പും അല്ലെങ്കിൽ താളവും കൊട്ടുമൊക്കെ കടന്നു വന്നത്? ഇന്നത്തെ ഈ താളത്തിൻ്റെയും കൊട്ടിൻ്റെയും കടന്നുവരവ് എങ്ങനെയാണ് പടയണിയിലുണ്ടായതെന്ന് അരുൺ സാറിന് ഒന്ന് വിവരിച്ചാൽ. ഇത് ഈ ഒരു സെഷനോട് കഴിഞ്ഞിട്ട്
അല്ല പറഞ്ഞോ പറഞ്ഞോ. ചോദിക്കാം. ഈ ശാക്തേയം എന്ന സംസ്കാരത്തിലാണ് പടയണിയുടെ രൂപം എന്ന് പറഞ്ഞതിൽ നിന്ന് ഊഹിച്ചെടുക്കാമെന്ന് തോന്നുന്നു. ശാക്തേയം എന്ന സംസ്കാരത്തിലല്ല പടയണിയുടെ രൂപം, പ്രാകൃതത്തിലാണ്. അത് ശാക്തേയക്കാരും ശൈവക്കാരും കൂടി സ്വന്തമാക്കാൻ ശ്രമിച്ചു. അപ്പം ഞാൻ സംശയം പൂർത്തീകരിച്ചില്ല. ഓ, അപ്പോൾ ഇന്നിപ്പോൾ ഈ വൈഷ്ണവ സംസ്കാരത്തിൻ്റെ ആചാര്യന്മാർ ഇപ്പോഴിതിനെ എങ്ങനെ നോക്കിക്കാണുന്നു വർത്തമാനകാലത്തിൽ? അതാണ് എൻ്റെ സംശയം പൂർത്തീകരിക്കുന്നത്. അവരിനകത്ത് പ്രശ്നമല്ല. പടയൻ്റെ വിശദീകരിച്ചാൽ അത് വൈഷ്ണവരുടെ ഒരു പ്രശ്നം. പക്ഷേ വൈഷ്ണവരെ കണക്കാക്കിയിട്ട് പറന്നാകേക്ഷി പറയുന്നതാണ്. പറയുന്നത് ആരാണ്? പറക്കുന്നത് ആരാണ്? പറയാനും പറക്കാനും വായു വേണ്ടേ? ഇങ്ങേറ്റം വന്ന് വിഷ്ണു എന്ന് പറഞ്ഞാൽ വിഷ്ണു എന്നല്ലേ എൻ്റെ സാറേ? വിഷ്ണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിഷ്ണു ആയില്ലേ? സമ്മതിക്കത്തില്ല ആരും. ഈ സാമകൾ മുഴുവൻ അപ്പുറത്താണ്. ഈ വിഷ്ണുവിൻ്റെ അമ്പലത്തിലേക്ക് ശൈവന്മാർ പോകത്തില്ല. എന്താ അറിയാവോ? ഇവിടെ അമ്പലങ്ങൾ ഒരുപാടുണ്ട്. ഒരു കാളിയുടെ അമ്പലത്തിൽ മറ്റൊരുത്തും പോകത്തില്ല, ശിവൻ്റെ അമ്പലത്തിൽ വേറൊരുത്തും പോകത്തില്ല, ആ വിഷ്ണുവിൻ്റെ അമ്പലത്തിൽ വേറൊരുത്തും പോകത്തില്ല. ഇങ്ങനെ ഭയങ്കര അതിബഹളമായിരുന്നു സാറേ ഇവിടെ. അപ്പോൾ അങ്ങനെ വരണമെങ്കിൽ ജാതി വ്യവസ്ഥതയുടെ ഇല്ലാത്തതിൻ്റെ ഉണ്ടായതിൻ്റെ അവസ്ഥാവിശേഷം പടയണിക്കകത്തുണ്ട്. പടയണി ബ്രാഹ്മണന്മാരെങ്ങനെ കേരളത്തിലേക്ക് വന്നു വളർന്നു എന്നതിൻ്റെ ചരിത്രം പടയണിക്കകത്തുണ്ട്. ഇതൊക്കെ പഠിച്ചാൽ നല്ലത്, പഠിച്ചില്ലെങ്കിൽ അതേപോലെ. വാസവൻപിള്ള സാറ് സംസാരിക്കുമ്പോഴും പടയണി ചെയ്യുമ്പോഴും ഒക്കെ വളരെ ദൂരെ ഇരുന്നത് കാണുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഒരിക്കലും ഇങ്ങനെ ഒരു വേദിയിൽ അദ്ദേഹത്തോടൊപ്പം ഇരിക്കാനാകുമെന്ന് ഞാൻ വിചാരിച്ചല്ല. എൻ്റെ ആശാൻ കൂടിയായിട്ടുള്ള പ്രസന്നൻ ആശാൻ ഇവിടെയുണ്ട്. പടയണിയെക്കുറിച്ച് ധാരാളമായി സംസാരിക്കാൻ ശേഷിയുള്ള ആളുകൾ ഉണ്ടായിരിക്കെ ഒരുപക്ഷെ എന്നെ ഇവിടേക്ക് വിളിച്ചത് ഒരു പുതിയ തലമുറയിൽപ്പെട്ട ആൾ എങ്ങനെ ഇത് നോക്കിക്കാണുന്നു എന്നറിയാനുള്ളൊരു കൗതുകം കൊണ്ടായിരിക്കും എന്ന് വിചാരിക്കുകയാണ്. സാറ് ഇവിടെ വിശദീകരിച്ച ചരിത്ര സന്ദർഭം പടയണിയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ടതാണ്. നമ്പൂതിരി അധിനിവേശം, മുഗൾ അധിനിവേശം, പോർച്ചുഗീസുകാർ, പിന്നീട് ബ്രിട്ടീഷുകാർ ധാരാളം കാലം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു, കേരളത്തിലുണ്ടായിരുന്നു. അതിനൊക്കെ ശേഷം കേരളത്തിൽ നടക്കുന്ന നവോത്ഥാനം, ആ നവോത്ഥാനത്തിൽ നേരത്തെ സാറ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നവോത്ഥാന നായകന്മാരായി പേരെടുത്ത ആളുകളൊക്കെ തന്നെ പടയണി വിരുദ്ധരായിരുന്നു. ഞാൻ ഒരിക്കൽ കേട്ടൊരു കഥ, മന്നത്ത് പത്മനാഭൻ കളത്തിൽ ചെന്ന് കോലത്തിൽ ചാണകം വാരിയെറിഞ്ഞു എന്നാണ്. അപ്പം ഞാൻ രവി സാറിനോട് പോയി ചോദിച്ചു, ഇങ്ങനെ ഒരു കഥ കേൾക്കുന്നല്ലോ, എന്താണ് വസ്തുത? അപ്പോൾ സാറ് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. ചാണകം വാരി എറിഞ്ഞ കഥയൊക്കെ ചിലപ്പോൾ അതിശോക്തിയാകാം, പക്ഷേ പടയണിക്ക് മന്നത്ത് പത്മനാഭന് എതിരായിരുന്നു. അത് അദ്ദേഹം തുറന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാരായണഗുരു പിശാചിനെയും മാടനെയും മറതിയൊക്കെ ഇല്ലാതാക്കി ശിവപ്രതിഷ്ഠ നടത്തുകയും സമൂഹം ഇങ്ങനെയുള്ള സംഗതികളെയൊക്കെ മറക്കണം എന്ന് പറയുകയും ചെയ്ത ഒരാളാണ്. അപ്പോൾ ആ നവോത്ഥാനത്തെയും പടയണി അതിജീവിച്ചു. ഇന്ന് ഉത്തരാധുനികതയുടെ കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ നമുക്കറിയാം ഒരു പിടിവരുന്ന ദലിത് സൈദ്ധാന്തികരുടെ വിമർശനങ്ങൾ പടയണി അഭിമുഖീകരിക്കുന്നുണ്ട്. അതുകൂടാതെ അനേകം എന്നെപ്പോലുള്ള അധ്യാപകരിൽ നിന്ന് നേരിടുന്ന വെല്ലുവിളികളുണ്ട്. ഫോക്ലോർ അക്കാദമിയിൽ നിന്ന് നേരിടുന്ന വെല്ലുവിളികളുണ്ട്. ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഈ കലാരൂപം ഇങ്ങനെ നിലനിൽക്കുന്നത് ഒരു ആശ്ചര്യമാണ്. സത്യത്തിൽ ഈ നവോത്ഥാന നായകരോടൊപ്പം നമ്മളെങ്ങനെ വാസവൻപിള്ള സാറിൻ്റെ ഒരു ചിത്രം വെക്കും, എങ്ങനെ ഒരു കടമനിട്ട രാമകൃഷ്ണൻ്റെ ചിത്രം വെക്കും എന്നാലോചിക്കുമ്പോഴാണ് ഈ പ്രശ്നം കൂടുതൽ രൂക്ഷമാകുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ
രാജ്യം പത്മഭൂഷൺ നൽകി ആദരിക്കേണ്ടുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ ഇരിക്കുന്നത്. പക്ഷേ എത്രയോ വലിയ അവഗണനയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെന്ന് ആലോചിക്കണം. അത് അദ്ദേഹത്തോടുള്ള അവഗണന മാത്രമല്ല, പടയണിയോടുള്ള അവഗണനയായിട്ട് തന്നെയാണ് അതിനെ വായിക്കേണ്ടത്. അപ്പോൾ പടയണിയെ എവിടെ സ്ഥാനപ്പെടുന്നു? കാരണം നമ്മളിങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കും തോറും ആ കള്ളിയിൽ നിന്ന് എപ്പോഴും കുതറിച്ചാടാൻ ശ്രമിക്കുന്ന ഒരു വല്ലാത്ത ഒരു പ്രത്യേകത അതിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് കലാപകാരികളായി എല്ലാ കാലവും തുടരുക എന്നുള്ള വിധിയായിരിക്കാം ഒരുപക്ഷെ ഈ കലാരൂപത്തെ ഇപ്പോഴും. അതുകൊണ്ട് വലിയ വലിയ അവാർഡുകൾക്ക് പുറത്ത്, അക്കാദമികൾക്ക് പുറത്ത് പടയണി എന്ന് പറയുന്ന ഒരു കലയെ ജനങ്ങളിപ്പോഴും ഏറ്റെടുക്കുന്നു, സ്വീകരിക്കുന്നു എന്നുള്ള ഒരു കാര്യം അത് തന്നെയാണ് എൻ്റെ ജീവിതം കൊണ്ടും എനിക്ക് പറയാനുള്ളത്. പലതരം വിശ്വാസ സമൂഹങ്ങളെ എങ്ങനെയാണ് ഈ കല ഏകീകരിക്കുന്നത് എന്നുള്ളത് വളരെ കൗതുകം നിറഞ്ഞ കാര്യമാണ്. ഇവിടെ വരെ വന്നത് തന്നെ നമുക്ക് വലിയൊരു അനുഗ്രഹമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചുകൊണ്ട് തന്നെ അതിന് നിലനിൽക്കാൻ കഴിയുന്നതിൻ്റെ പിന്നിലെ കരുത്തെന്താണ് എന്നുള്ളതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കേണ്ടത്. അവിടെ കലാരൂപം എന്നുള്ള നിലയ്ക്ക് പടയണിയുടെ ഒരു ഫോം എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ ആലോചിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. രൂപം എന്നുള്ളത് ഇപ്പം നമുക്കറിയാം, അനവധി ചരിത്ര സന്ദർഭങ്ങളെ ഈ കല സമീകരിച്ചു, അനവധി വൈരുദ്ധ്യങ്ങളെ ഈ കല സമീകരിച്ചു. അങ്ങനെ സമീകരിക്കുമ്പോഴും അത് പടയണിയായി നിന്നത് എന്തുകൊണ്ടാണ് എന്ന് ആലോചിക്കുമ്പോഴാണ് ഒരു സാധാരണ കാഴ്ചയിൽ നിന്ന് പടയണിയുടെ ഉള്ളിലേക്ക് ഒരാൾക്ക് പ്രവേശിക്കാനാവുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇപ്പം നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്നത് പടയണിയുടെ കോലങ്ങളാണ് എന്നുള്ളത് കൊണ്ട് കോലങ്ങളിൽ നിന്ന് തുടങ്ങാം എന്ന് തോന്നുന്നു. അപ്പോൾ കോലങ്ങൾ കാണുന്ന സമയത്ത് സത്യത്തിൽ എങ്ങനെയാണ് ഈ കോലം വരയ്ക്കുക എന്നുള്ളത് തന്നെ ഒരു വലിയ താത്വിക പ്രശ്നമാണ്. പണ്ട് ഈ DPP ഒക്കെ സ്കൂളുകളിൽ വന്ന സമയത്ത് കുട്ടികളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, പുറത്തേക്ക് കളയുന്ന 10 വസ്തുക്കളുടെ പേരെഴുതുക. കുട്ടികളാകെ കൺഫ്യൂസ്ഡായി, എന്താ എഴുതുക, പുറത്തേക്ക് കളയുന്ന 10 വസ്തുക്കളുടെ പേരെഴുതുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദ്യം വളരെ ലളിതമാണെങ്കിലും അത്ര ലളിതമല്ലാത്തൊരു പ്രശ്നം അതിലുണ്ട്. അപ്പോൾ എവിടെ നിന്ന് നോക്കുമ്പോഴാണ് ഒന്ന് പുറകമായി തോന്നുന്നത്, എവിടെ നിന്ന് നോക്കുമ്പോഴാണ് ഒന്ന് അകമായി തോന്നുന്നത് എന്നതാണ് അതിൻ്റെ പ്രശ്നം. ഇവിടെ കേരളീയ കലകളുടെ എല്ലാം സ്വഭാവം പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ അകത്തേക്ക് നോക്കുക എന്ന് പറയുന്ന ഒരു കാര്യം അതിൻ്റെ പിന്നിൽ ഒരു തത്വമായി പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാനാകും. ഒരു ക്ഷേത്രത്തിൻ്റെ പുറത്തു നിന്ന് അതിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന അവസരത്തിൽ നമുക്കുണ്ടാകുന്ന ഒരു മാറ്റമുണ്ട്. കുറച്ചുകൂടെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പം, അതിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പം, അങ്ങനെ പ്രവേശിച്ച് ശ്രീകോവിലിൽ എത്തിക്കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ മാറ്റം എത്ര പ്രധാനപ്പെട്ടതാണ്. അത് ഈ പറയുന്ന അകത്തേക്ക് നോക്കുക എന്നുള്ള സങ്കല്പത്തിൻ്റെ ഒരു മാനിഫെസ്റ്റേഷനാണ്. ഇത് സവിശേഷമായ രൂപത്തിൽ കോലങ്ങളിലുണ്ട്. ഇപ്പോൾ തെയ്യം എടുത്തു കഴിഞ്ഞാൽ തെയ്യത്തിനകത്ത് ചുമന്ന ഷെയ്ഡുകളാണ്. ചുമപ്പിനുള്ളിൽ ചുമപ്പ്, അതിനുള്ളിൽ ചുമപ്പ്, അതിനുള്ളിൽ ചുമപ്പ്. അങ്ങനെ ചുമപ്പിൻ്റെ വളരെ സൂക്ഷ്മമായ ഭേദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് നോട്ടത്തെ ആന്തരീകരിക്കുക എന്ന് പറയുന്ന ഒരു പണിയാണ്. അതിൽ നിന്ന് കണ്ണ് നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് വാസ്തവം. ഒരുപക്ഷെ ഇതിൻ്റെ ഒരു പടയണി വേർഷൻ, പടയണി ഭേദം എന്ന് പറയുമ്പം പടയണിക്കാർ പറയാറുണ്ട്, കോപമേറുന്ന ദേവതമാരുടെ രൂപമെങ്ങനെ എന്നറിയാതെ പാള കൊണ്ട് വരച്ചു പലവിധം പേവരകൾ എഴുതി തുള്ളിയും എന്ന് പറയാറ്. അപ്പം ദേവിക്ക് രൂപമില്ല എന്നാണ് പറയുന്നത്. രൂപമില്ലാത്ത ദേവിയുടെ രൂപത്തെ പാളയിൽ വരയ്ക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്ന അതിനകത്തെ വിഷയം. അപ്പം ഈ അകത്തേക്ക് നോക്കണമെങ്കിൽ അകമേതാ പുറമേതാ എന്നൊരു പ്രശ്നം അവിടെ ഉണ്ട്.
പക്ഷെ ഇവിടെ രൂപമില്ലാത്ത ഒന്നിൻ്റെ അകത്തേക്ക് നോക്കണം എന്ന് പറയുന്ന സവിശേഷമായൊരു പ്രശ്നമാണ് ഒരു കോലം വരയ്ക്കുന്ന ആൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം. അവിടെ നമ്മുടെ ഒരു മനുഷ്യ ശരീരത്തെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യ ശരീരത്തിന് ഉള്ളിൽ കാണുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സത്യം പറഞ്ഞ ഒരു കോലത്തിൽ കാണുന്നത്. കോലഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടസ്യ നേത്രം, കപിവക്ത്രതുല്യം, കരാളദന്തം, അജസ്യ ശൃംഗം. ആശാനൊക്കെ പറഞ്ഞു തന്ന സംഗതിയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തൊരു കാര്യം. അങ്ങനെയാണ് അതിൻ്റെ കോലഭാഷ. കണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ഡാകൃതിയിൽ ആണ് ഉള്ളത്. അതുപോലെ മുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരങ്ങിൻ്റെ ആകൃതിയിലായിരിക്കണം. പല്ലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂർത്തു വളഞ്ഞ ഇതായിരിക്കണം എന്നുള്ള. അപ്പം കൂർത്തു വളഞ്ഞ മുതലയുടെയൊക്കെ സ്വഭാവത്തിലുള്ള പല്ലുകൾ. അതുപോലെ കൊമ്പുകൾ ആടിൻ്റേതുപോലെ ആയിരിക്കണം എന്ന് സൂചിപ്പിക്കാം. അപ്പം വാസവൻപിള്ള സാറ് വളരെ ഗംഭീരമായി ഒരു ചോദ്യത്തിലാണ് തുടങ്ങിയത്. പൊതളങ്ങ പോലത്തെ കണ്ണുകൊണ്ടാണോ നമ്മൾ ഈ ലോകത്തെ കാണുന്നത്? അങ്ങനെയാണെങ്കിൽ ഇരുട്ടത്ത് നിങ്ങൾ എങ്ങനെ കാണും എന്നൊരു ചോദ്യം ഉന്നയിച്ചു. കാഴ്ചയെക്കുറിച്ചുള്ള ഏറ്റവും ഗംഭീരമായൊരു സംഗതി. അപ്പോൾ ഈ കാഴ്ചയുടെ ഒരു പടയണി രൂപം, അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നേരത്തെ സൂചിപ്പിച്ച അനവധി രൂപങ്ങൾ നമ്മൾ കാണും. കുരങ്ങ്, മുതല, ആട്, ഇങ്ങനെയൊക്കെയുള്ള ജീവികളെയാണ് നമ്മൾ ഈ കോലത്തിൽ കാണുന്നത്. അതിൻ്റെ രൂപങ്ങളാണ്. ആ രൂപങ്ങളുടെയൊക്കെ എണ്ണം അമ്മ എന്ന് പറയുന്നതിനെ വലിയ രൂപത്തിൽ സങ്കല്പിച്ചു വച്ചിരിക്കുകയാണ്. ഈ ലോകത്തിൻ്റെ എല്ലാ സൂക്ഷ്മ അണുക്കളെയും ആവാഹിക്കുന്ന ഒരു വലിയ കാര്യം എന്ന നിലയ്ക്കാണ് അമ്മയെ സങ്കല്പിച്ചു വച്ചിരിക്കുന്നത്. അപ്പോൾ ആ സംഗതികളെയെല്ലാം കോലത്തിലേക്ക് എടുത്തുകൊണ്ട് അതിനപ്പുറത്തേക്ക്, അതിൻ്റെ ഉള്ളിലേക്ക്, ഈ അകത്തിൻ്റെ ഉള്ളിലേക്ക് നോക്കുക എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ എത്ര സുന്ദരനായ, എത്ര സുന്ദരിയായ ഒരു ആളിനെ എടുത്തിട്ട് നമ്മൾ നോക്കിയാലും അയാളുടെ ഉള്ള് എന്ന് പറയുന്നത് ഏതാണ്ടൊരു പടയണി കോലം പോലെ ഇരിക്കും. അങ്ങനെയുള്ള കണ്ണുകൾ, മൂക്ക്, അത്തരം സംഭവങ്ങളൊക്കെയാണ് നമ്മൾ കാണുക. പക്ഷേ ഇതിനുള്ളിലേക്ക് ഒരാൾക്ക് എങ്ങനെ പ്രവേശനം കിട്ടും? അവിടെയാണ് കോലഭാഷ നമ്മളെ സഹായിക്കുന്നത്. കോപമേറുന്ന ദേവതമാരുടെ രൂപമെങ്ങനെ എന്നറിയാഞ്ഞിട്ട് പാള കൊണ്ടു ചമച്ചു പലവിധം പേവരകൾ എഴുതിച്ചു തുള്ളി. അതുപോലെ അത് രൂപത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാത്തരം സംഗതികൾക്കും ഈ ഉള്ളിലേക്ക് നമ്മൾക്ക് യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഓരോരോ ഘടകങ്ങളെയായിട്ട് ഇതിലേക്ക് എടുക്കുകയാണ്. ഇപ്പം സാംസ്കാരികമായ സവിശേഷതകൾ, ഒരു മനുഷ്യന് എന്തെല്ലാം തരത്തിലുള്ള വൈരുദ്ധ്യങ്ങളുണ്ടോ അതെല്ലാം സമീകരിക്കുന്ന വിധത്തിലാണ് നമ്മളുടെ ഇതിഹാസ കാവ്യങ്ങളിലെല്ലാം കഥാപാത്ര നിർമ്മിതികളുള്ളത്. ഇപ്പോൾ ശിവനെ തന്നെ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ ശിവൻ്റെ രൂപം വളരെ വിചിത്രമായിട്ടുള്ളൊരു രൂപമാണ്. ഒരു വശത്ത് ശിവൻ പാർവതി സമേതനായിട്ടാണ് ഇരിക്കുന്നത്. പാർവതിയെ സമേതനായി ഇരിക്കുന്ന ശിവൻ്റെ വേറൊരു പേര് കാലാന്തകൻ എന്നാണ്. കാലൻ ശിവൻ്റെ മേൽ അസ്ത്രം തൊടുക്കുമ്പം അദ്ദേഹത്തെ ഭസ്മമാക്കിയിട്ടുള്ള ആളാണ് ശിവൻ. അതേ ശിവൻ എപ്പോഴും ഭാര്യാസമേതനായിട്ടാണ് ഇരിക്കുന്നത്. മാത്രമല്ല തലയിൽ വേറൊരു ആളിനെ ഒളിപ്പിച്ചിട്ട് കൂടിയുണ്ട്, ഗംഗയെ ഒളിപ്പിച്ചിട്ട് കൂടിയുണ്ട്. അപ്പോൾ ഇത്രയും സങ്കീർണത ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ആ ഉള്ളിലുള്ള സാധനത്തെ സാധാരണ മനുഷ്യരുടെ പുറത്ത് കാണുന്ന കാര്യങ്ങളുണ്ട്, അകത്ത് കാണുന്ന കാര്യങ്ങൾ. അകത്ത് കാണുന്ന കാര്യങ്ങൾ പുറത്ത് കണ്ടാൽ എങ്ങനെ ഇരിക്കും? അതാണ് ഒരു ശിവരൂപം. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഒരാൾക്ക് എങ്ങനെ പ്രവേശിക്കാനാകും എന്നുള്ള വളരെ ഗംഭീരമായ ആലോചനകളാണ് കേരളത്തിലെ അനുഷ്ഠാന കലകളിൽ നമ്മൾ കാണുന്ന പല വിധത്തിലുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് സവിശേഷമായ രൂപത്തിലാണ് ഓരോന്നും സങ്കല്പിച്ച് വച്ചിരിക്കുന്നത്. ഇപ്പോൾ പട്ടിപ്പല്ല് എന്ന് അതിൽ ഒരു സംഗതിയുണ്ട്, മന്ദാരം, ഇതെല്ലാം കോലത്തിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വരകളാണ്.
അപ്പോൾ ആ വരകൾക്കെല്ലാം സവിശേഷമായ അർത്ഥങ്ങളുണ്ട്. അത് നിർമ്മിക്കുന്നതിന് എന്തായിരിക്കണം അതിൻ്റെ പുറത്തെ നിറം, എന്തായിരിക്കണം അതിൻ്റെ അകത്തെ നിറം എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ചുള്ള സംഗതികളുണ്ട്. ഇതെല്ലാം അടിസ്ഥാനപരമായി ഈ അകത്തേക്ക് നോക്കുക എന്നുള്ള ഒരു കാര്യത്തിൻ്റെ മാനിഫെസ്റ്റേഷനാണ്. അവിടെ ഇത്രയൊക്കെ പറയുമ്പോഴും ഇപ്പോൾ ആശാൻ ഇങ്ങോട്ട് കയറി വന്നപ്പം ചോദിച്ചൊരു ചോദ്യമുണ്ട്, സ്ത്രീകൾ എത്ര പേര് പടയണിയിലുണ്ട്? എല്ലാ ചരാചരങ്ങളും ഉണ്ടെങ്കിലും ഇപ്പോഴും കുരവിടാൻ മാത്രമാണ് നമ്മൾ സ്ത്രീകളെ ഇതിൽ കാണുന്നത് എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ്. ഒരുപക്ഷെ ഇതിന് മുമ്പുണ്ടായിരുന്ന പടയണി അവതരണങ്ങളിലൊക്കെ ഇങ്ങനെ തന്നെ ആയിരുന്നോ എന്നുള്ളൊരു പരിശോധനയും നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ കൂടിയാട്ടത്തിലൊക്കെ ഉഷാ നങ്ങിയാരെ പോലെയുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ ഗുരുനാഥന്മാരോട് തന്നെ കലഹിച്ചുകൊണ്ട് കൂടിയാട്ടത്തിലെ സ്ത്രീകളെ വീണ്ടെടുത്തു. നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ആട്ടപ്രകാരത്തിലൊക്കെ സ്ത്രീകൾക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അരങ്ങത്ത് എവിടെയും കാണാനാകുന്നില്ല. അപ്പോൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അങ്ങനെയുള്ള സംഗതികളിലേക്ക് നമുക്ക് ചെന്ന് ചേരാൻ അയക്കും. എന്താണെങ്കിലും സ്ത്രീകളുടെ ഒരു അഭാവം, സ്ത്രീകളെ പ്രതീകാത്മകമായി ചിത്രീകരിക്കുന്നു എന്നതിനപ്പുറം സ്ത്രീകളുടെ ഒരു വലിയ അഭാവം ബാക്കിയെല്ലാം പടയണിയിലുണ്ട്. മുസ്ലിം സമൂഹം പടയണിയിലുണ്ട്, ക്രിസ്ത്യൻ സമൂഹം പടയണിയിലുണ്ട്, എല്ലാ ജാതി സമൂഹങ്ങളും പടയണിയിലുണ്ട്. ജനാധിപത്യ സമൂഹത്തിൻ്റെ കൊണ്ടുവച്ച നല്ല നല്ല മാറ്റങ്ങൾ പടയണിയിലുണ്ട്. ഇതെല്ലാം ഇരിക്കുമ്പോഴും പടയണിയിൽ ഇല്ലാത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്ത്രീകളാണ് എന്ന് പറയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ ഒരു ആധുനിക കാലത്ത് നിന്നുള്ള ഒരു പടയണി കാഴ്ച. ഒരുപക്ഷെ അങ്ങനത്തെ ഇടപെടലുകൾ ഉണ്ടാകേണ്ടതായിട്ടുണ്ട് എന്ന് തോന്നുന്നു. അതുപോലെ ചലനത്തെക്കുറിച്ച് കൂടി ചില കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇപ്പം ചലനം, ഒരു വസ്തു എങ്ങനെ ചലിക്കുന്നു എന്നുള്ളത് പടയണിയുടെ സന്ദർഭത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പ്രസിദ്ധനായ ചിന്തകൻ ഹെർബർട്ട് സ്പെൻസർ, അദ്ദേഹം ചലനങ്ങളെക്കുറിച്ച് പരിശോധിച്ച സന്ദർഭത്തിൽ പറഞ്ഞ അഭിപ്രായം, ചലിച്ചു തുടങ്ങുന്ന ഒരു മനുഷ്യ ശരീരം വളരെ വേഗത്തിൽ പ്രതീകാത്മകമായ ഒരു വ്യവസ്ഥയിലേക്ക് പരിവർത്തിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ്. നിൽക്കുന്ന ഒരാളും നൃത്തം ചെയ്യുന്ന ഒരാളും തമ്മിലുള്ള വ്യത്യാസം എടുത്താൽ മതി. നൃത്തം ചെയ്ത് തുടങ്ങുമ്പോൾ അയാളുടെ എല്ലാ ചലനങ്ങൾക്കും പിന്നിൽ എന്തെല്ലാമോ ചില കാരണങ്ങളുണ്ടാകുന്നു. പ്രതീകാത്മകമായ ഒരു അർത്ഥം അവിടെ ഓരോ ചെറിയ മൂവ്മെൻറ്റിനും ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട വ്യത്യാസം. അപ്പം അങ്ങനെ അർത്ഥമുണ്ടായിരിക്കുമ്പോൾ എന്താ സംഭവിക്കുക? എല്ലാവരും ഇതിലേക്ക് നോക്കും എന്നുള്ളതാണ്. ഒരു ഭാഷയായി വന്ന് നിൽക്കുമ്പോൾ പലതരത്തിലുള്ള ആളുകൾ അതിലേക്ക് നോക്കും. അതുകൊണ്ട് ഈ നൃത്തം ചെയ്യുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം, തുള്ളുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം അയാൾ എങ്ങനെ കുനിയുന്നു, അയാൾ എങ്ങനെ നിൽക്കുന്നു, അയാൾ എങ്ങനെ ചരിയുന്നു, അയാളെങ്ങനെ നോക്കുന്നു, ഇതെല്ലാം ഒരു വിഷയമാണ്. അത് മോഹിനിയാട്ടം ചെയ്യുന്നതുപോലെ അല്ല ഒരു പടയണിയിൽ നമുക്ക് കാണാനാവുക. പടയണിയിലുള്ളതുപോലെ അല്ല അതൊരു കൂടിയാട്ടത്തിൽ നമുക്ക് കാണാനാവുക. അതല്ല കഥകളിയിൽ കാണാനാവുക. പക്ഷേ എല്ലായിടത്തും ചലനങ്ങളുണ്ട്, സവിശേഷമായ രൂപത്തിലുള്ള ചലനങ്ങളുണ്ട്. പക്ഷേ ഈ ചലനങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന നാട്യശാസ്ത്രം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അതിൻ്റെ പലതരത്തിലുള്ള ക്രമങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. ചാരികളെക്കുറിച്ച്, ക്രിയകളെക്കുറിച്ചൊക്കെ നാട്യശാസ്ത്രം സംസാരിക്കുന്നുണ്ട്. പക്ഷെ കേരളീയ കലാരൂപങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നാട്യശാസ്ത്രത്തിലെ വാക്കുകളൊക്കെ ചിലപ്പോൾ കണ്ടെന്നിരിക്കും, പക്ഷേ അതിൻ്റെ അർത്ഥങ്ങളെ സമ്പൂർണ്ണമായി അട്ടിമറിച്ചുകൊണ്ടാണ് അത് മുന്നോട്ട് പോകുന്നത്. BC കാലഘട്ടത്തിലൊക്കെ എഴുതപ്പെട്ട ഒരു കൃതിക്ക് പിന്നീട് വന്ന മാറ്റങ്ങളെ സാംശീകരിക്കാൻ കഴിയാത്തതിൻ്റെ ഒരു പ്രശ്നമായിരിക്കാം അത്. എന്താണെങ്കിലും നന്ദികേശനെ പോലെയുള്ള ആളുകൾ അഭിനയദർപ്പണം പോലെയുള്ള കൃതികൾ എഴുതിയിട്ടുണ്ട്. ഈ അഭിനയദർപ്പണം പോലെയുള്ള കൃതികൾക്കകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ മൂവ്മെൻറ്റുകളെക്കുറിച്ച് കാണാം. ഈ നാട്യശാസ്ത്രത്തിൽ നിന്ന് അഭിനയദർപ്പണത്തിലേക്ക് വരുമ്പം ചലനങ്ങളിൽ കാണുന്ന പ്രധാനപ്പെട്ടൊരു വ്യത്യാസം അത് നൃത്തത്തിന് വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണ് എന്ന് ഒരു പഠിതാവായിട്ടുള്ള അണിമ അതിനെക്കുറിച്ച് നിരീക്ഷിക്കുന്നുണ്ട്.
അപ്പം നൃത്തത്തിന് വേണ്ടി ഉള്ള ചലനങ്ങളും നാട്യത്തിന് വേണ്ടിയുള്ള ചലനങ്ങളും ഇത് തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം, ഈ ഓരോ കഥാപാത്രങ്ങളുടെ ആവശ്യങ്ങൾക്ക് അനുരോധമായിട്ടുള്ള ചലനങ്ങളാണ് നാട്യത്തിൽ ആവശ്യമുള്ളത്. എന്നാൽ നൃത്തത്തിൽ അങ്ങനെയല്ല. പാദചലനങ്ങൾ എന്ന് പറയുന്ന ഒന്ന് എല്ലാ കാര്യങ്ങൾക്കും ഒരുപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ മോഹിനിയാട്ടത്തെ സംബന്ധിച്ചിടത്തോളം മോഹിനിയാട്ടത്തിൻ്റെ ചില സവിശേഷമായ ചലനങ്ങൾ, പാദവിന്യാസ രീതികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് എല്ലാ കഥാപാത്രങ്ങളെയും ആ പാദവിന്യാസങ്ങൾക്കകത്താണ് അത് കൈകാര്യം ചെയ്യുന്നത്. പക്ഷെ പടയണിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ രണ്ട് സ്വഭാവവും ഒരു പ്രത്യേക അർത്ഥത്തിൽ കാണാം. കഥാപാത്രങ്ങളെ ആവിഷ്കരിച്ചുകൊണ്ടുള്ള ചലനങ്ങളും അതുപോലെ തന്നെ ഒരു പ്രത്യേക, ഇപ്പോൾ ഒറ്റ, ഇരട്ട, മുക്കണ്ണി എന്നൊക്കെയുള്ള രൂപത്തിലുള്ള സങ്കേതങ്ങളിൽ അറിയപ്പെടുന്ന ചുവടുകളിൽ സംഭവിക്കുന്ന മറ്റ് പകർന്നാട്ടങ്ങളുടെയും അല്ലെങ്കിൽ തുള്ളലുകൾ, അങ്ങനെ ആ വാക്ക് ഉപയോഗിക്കാമെന്ന് എനിക്കറിയത്തില്ല, അത്തരത്തിലുള്ള ചലനങ്ങളുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന വിധത്തിലുള്ള ഒരു സവിശേഷമായ ചലനക്രമമാണ് പടയണിയുടെ മറ്റൊരു സവിശേഷത. ഇങ്ങനെ അനവധി സവിശേഷതകൾ അതിൻ്റെ തുള്ളലുമായി ബന്ധപ്പെട്ട്, അതിൻ്റെ എഴുത്തുമായി ബന്ധപ്പെട്ട്, അതിൻ്റെ പാട്ടുമായി ബന്ധപ്പെട്ട്, അതിൻ്റെ താളക്രമങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അതിനെ പടയണി എന്ന് വിളിക്കുന്നത്. അതിനെ വ്യത്യസ്തമായ ഒരുപക്ഷെ ഇതിൻ്റെ ഒരു ചരിത്രം നമുക്ക് അന്വേഷിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ സംഘകാലത്ത് BC 2 മുതൽ ഏതാണ്ട് 3-5 നൂറ്റാണ്ടുകൾ വരെ നീണ്ടു നിന്ന ഒരു കാലഘട്ടമായിട്ടാണ് സംഘകാലത്തെക്കുറിച്ച് നമ്മൾ പറയുന്നത്. ഈ സംഘകാല കൃതികൾക്ക് ശേഷം പിന്നീട് ചിലപ്പതികാരം പോലെയുള്ള കൃതികൾ വരുന്നു, പഞ്ചമഹാകാവ്യങ്ങൾ വരുന്നു. സംഘ പാരമ്പര്യത്തിൻ്റെ ഒരു തുടർച്ച ചിലപ്പതികാരം മുതൽക്കുള്ള കൃതികളിലും നമുക്ക് കാണാനാകും. പക്ഷേ ഈ BC കാലത്ത് ഈ AD 3-ാം നൂറ്റാണ്ടിൽ എന്നൊക്കെ കരുതുന്ന സംഘകാല കൃതിയിലെ ഒന്ന് ആയിട്ടുള്ള തിരുമൂര് കാറ്റുപട എന്ന് പറയുന്ന കൃതി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വെറിയാട്ടത്തെക്കുറിച്ച് സംസാരിക്കുന്നു. പ്രത്യേകമായിട്ടുള്ള ഈ കളമൊക്കെ വരച്ചിട്ടിട്ട് അതിനകത്ത് മനുഷ്യർ വെറി പൂണ്ട് നൃത്തം ചെയ്യുന്നതിനെക്കുറിച്ച് ഈ തിരുമൂര് കാറ്റുപടയിൽ പറയുന്നുണ്ട്. അത് വളരെ സവിശേഷമായ ഒരു സന്ദർഭമാണ്. ഒരുപക്ഷെ യുനെസ്കോയിലേക്കൊക്കെ ഈ കലയെ എത്തിക്കാൻ വേണ്ടി വലിയ പരിശ്രമം ഫോക്ലോർ അക്കാദമി ചെയർമാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ കോണ്ടെക്സ്റ്റിൽ കൂടി പ്രസക്തമാകും എന്നുള്ളതുകൊണ്ട് ഞാൻ അത് സൂചിപ്പിക്കാം. അപ്പോൾ ഈ പടയണിയുടെ പഴക്കം നമ്മൾ എവിടേക്ക് കൊണ്ടുപോകും എന്നുള്ള ഒരു കാര്യം, ഇതിനകത്ത് ഈ ആറ്റുപട എന്ന് പറയുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള സഞ്ചാര സാഹിത്യമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ സൂക്ഷ്മമായി മനസ്സിലാക്കുന്നതിനകത്ത് പ്രശ്നമുണ്ട്, എങ്കിലും സാമാന്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സഞ്ചാര സാഹിത്യമാണ്. എന്താണ് സഞ്ചാര സാഹിത്യത്തിൽ നിന്ന് ആറ്റുപടയെ വ്യത്യസ്തമാക്കുന്നതെന്ന് ചോദിച്ചാൽ അത് മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ള യാത്രയാണെന്നുള്ള, മോക്ഷമാർഗം എന്താണ് എന്ന് ഒരാൾ അത് ആഗ്രഹിച്ചു വരുന്ന ഒരാൾക്ക് ഉപദേശിച്ചു കൊടുക്കുന്നതാണ് ആറ്റുപട. അപ്പോൾ ആറ്റുപടയ്ക്കകത്ത് ഒരു രസകരമായ കോണ്ടെക്സ്റ്റ് ഉണ്ട്. അവിടെ പല വിധത്തിലുള്ള വെറിയാട്ടങ്ങളെ നമുക്ക് കാണാം. പിശാചുകൾ ഇതിലിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കാണാം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെവിയിൽ വളരെ ജന്തുക്കളെയൊക്കെ കൊന്ന് ഇടുന്ന കൂർത്ത പല്ലുകളുള്ള, അതുപോലെ ശരീരമൊക്കെ വിറപ്പിക്കുന്ന പച്ച ഇറച്ചി കടിച്ച് തിന്നിട്ട് ആ വായോട് കൂടിയിട്ടൊക്കെയുള്ള ഈ ഭയാനകങ്ങളായിട്ടുള്ള യക്ഷികളെക്കുറിച്ചും പിശാചുകളെക്കുറിച്ചുമൊക്കെ പറയുന്നുണ്ട്. ഈ പിശാചുകളെയൊക്കെ ഇല്ലാതാക്കിയ ആളായിട്ടാണ് അതിൽ മുരുകനെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ മുരുകൻ ഈ പിശാചുകളെയൊക്കെ ഇല്ലാതാക്കി അങ്ങനെയുള്ള ആ മുരുകനെ മോക്ഷമാർഗത്തിൻ്റെ ആളാക്കി അവതരിപ്പിക്കുക എന്നുള്ളതാണ്. ഈ മുരുകൻ എന്ന് പറയുമ്പോൾ തന്നെ കുറേ സങ്കീർണതകളുണ്ട്. നമ്മൾ തിണകളിൽ കാണുന്ന മുരുകനല്ല ആറ്റുപട പോലെയുള്ള കൃതികളിലേക്ക് വരുന്ന മുരുകൻ.
അതല്ല തെയ്യം പോലെയുള്ള അനുഷ്ഠാനങ്ങളോടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന മുരുകൻ, നാഗാരാധനയൊക്കെയായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മുരുക സങ്കല്പങ്ങളുണ്ട്. ഇങ്ങനെ ഒരുപാട് സങ്കീർണതകൾ ഇതിനകത്തുണ്ട്. എന്താണെങ്കിലും ആറ്റുപ്പടയിൽ നമ്മൾ കാണുന്ന മുരുകൻ ഇതിനെ അപ്രോപ്രിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു മുരുകനാണ്. ഇതിൻ്റെ മേൽ വിജയം വരിച്ചിട്ടുള്ള മുരുകനാണ്. ആ മുരുകൻ്റെ കയ്യിൽ മുരുകൻ്റെ ഒരു കൊടിയുണ്ട്. ആ കൊടിയുടെ പ്രത്യേകത അതിൽ പാവകളെ തൂക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. പാവകളെയും പന്തും പതിപ്പിച്ചിട്ടുള്ള സംഗതിയാണ്. ഇത് അധികാരത്തിൻ്റെ ചിഹ്നമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ കൊടിയുടെ താഴെ പാവയും പന്തും തൂക്കിയിട്ട് അധികാരം സ്ഥാപിച്ചു നിൽക്കുന്ന മുരുകനെ ഇങ്ങനെ അവതരിപ്പിച്ചുകൊണ്ട് ഈ പിശാചുകളെല്ലാം അമർച്ച ചെയ്തു നിൽക്കുന്ന ആ രൂപം ആറ്റുപ്പടയിൽ നമുക്ക് കാണാമെങ്കിൽ, കേരളത്തിലെ പടയണിയിൽ ഇപ്പോഴും പിശാചുകൾ വളരെ കാര്യമായി നിലനിൽക്കുന്നു. ഈ മുരുകനെ കൊണ്ട് കോലം എഴുതിക്കുക എന്നുള്ളതാണ് പടയണി ചെയ്യുന്നത്. ഇതിൻ്റെ പുരാവൃത്തത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ മുരുകനാണ് കോലം എഴുതുന്ന ആളായിട്ട് ഇതിലേക്ക് വരുന്നത്. ചെറിയ സൂചനയല്ലാതെ. അപ്പോൾ ആ രൂപത്തിൽ ദ്രവീഡിയനായിട്ടുള്ള നമ്മളുടെ വഴക്കം, ദ്രവീഡിയൻ എന്ന് പറയുമ്പോൾ സംഘകാലത്തിനും അപ്പുറത്തേക്ക് പോകുന്ന ഒരു പാരമ്പര്യത്തിൻ്റെ വളരെ കൃത്യമായ ഉപാദാനങ്ങൾ നമുക്ക് പടയണി പോലെയുള്ള അനുഷ്ഠാനങ്ങളിൽ സമർത്ഥമായിട്ടുണ്ട്. അത്രത്തോളം പ്രധാനപ്പെട്ട ഒരു ഭൂതകാലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുവാൻ ഇപ്പോഴും ഇതിനാകുന്നു. അതേപോലെ തന്നെ ഏറ്റവും പുതിയ കാലത്തെ അഭിമുഖീകരിക്കാനും ഇതിനാകുന്നു എന്നുള്ളിടത്താണ് പടയണിയുടെ പ്രസക്തി. എല്ലാ അനുഷ്ഠാനങ്ങളും ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാര്യം അതാണ്. വിദൂര ഭൂതകാലത്തെയും സമീപകാലത്തെയും അഭിമുഖീകരിക്കുന്ന പ്രതീകാത്മകമായ ഒരു ഭാഷയുടെ ഉരുവമാണ് ഓരോ അനുഷ്ഠാനങ്ങളും. ആ അനുഷ്ഠാനങ്ങളുടെ സന്ദർഭത്തിലാണ് പടയണിയെ നമ്മൾ സ്ഥാനപ്പെടുത്തുക. വളരെ മനോഹരമായ ഒരു സെഷനായിരുന്നു അരുൺ സാറിൻ്റെ. ചോദ്യങ്ങൾ തൽക്കാലം നമുക്ക് സാഹചര്യമില്ല, കാരണം മന്ത്രി ചെങ്ങന്നൂരിൽ നിന്ന് വിട്ടു, അറിയിപ്പ് വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി അതിനു മുമ്പ് ശ്രീ സുരേഷ് സ്വാമിയുടെ ഒരു ഗാനം ഇവിടെ ആലോചിക്കാനുണ്ട്. അദ്ദേഹത്തിൻ്റെ ബഹുഭാഷാ സംഗീതം അവതരിപ്പിക്കാനുണ്ട്. അപ്പോൾ പ്രിയങ്കരനായ അരുൺ സാറിൻ്റെ ഒരു സെഷനല്ല, 3 ദിവസം നീണ്ടു നിൽക്കുന്ന വലിയ ഒരു ഇത് വരുന്നുണ്ട്. അക്കാദമിയുടെ കാപ്പുലി എന്ന വലിയൊരു ശില്പശാല വരുന്നുണ്ട്. അത് നമ്മൾ ഈ യുനെസ്കോയിലേക്ക് സമർപ്പിക്കുന്നതിനുള്ള വിവിധ ഘട്ടങ്ങളിലുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നതാണ് ഈ കാപ്പുലി. അപ്പോൾ അതിൽ വിശദമായി ഇതിനെപ്പറ്റിയുള്ള ചർച്ചയുണ്ടാവും. എല്ലാവർക്കും അവിടേക്ക് സ്വാഗതം. വലിയൊരു വിഷയമാണ്, പെട്ടെന്ന് നിർത്താനൊക്കില്ല എന്നറിയാം. അപ്പോൾ ശ്രദ്ധാപൂർവം കേട്ടിരുന്ന എല്ലാവർക്കും നമസ്കാരം. ഒപ്പം അരുൺ സാറിന് ഈ പടയണിയുടെ ഒരു ക്രോഡീകരണത്തെ സംബന്ധിച്ചിട്ട് ഒരു ധാരണയും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതായത് കുറ്റൂർ നടത്തുന്ന പടയണിയും കടമരട്ട് നടത്തുന്ന പടയണിയുമായിട്ടുള്ള വ്യത്യസ്തതകളുണ്ട്. അതുപോലെ തന്നെയാണ് നവദീപ് സൂചിപ്പിച്ചതുപോലെ തന്നെ പറയരുടെ കോലത്തുള്ളടക്കം വ്യത്യസ്തങ്ങളായ ഒരു രാവ് മുഴുവൻ കളിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള കോലം തുള്ളലുകൾ അണിചേരുന്ന വ്യത്യസ്തതകൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ കമ്മ്യൂണിറ്റികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ വ്യത്യസ്ത തലങ്ങളിൽ ക്ഷേത്രാരാധനയുടെ ഭാഗമായിട്ട് ഇപ്പോൾ തന്നെ അതിന് മാറിയിട്ടുണ്ട്. ഇപ്പോൾ മാറിനും മറുതയും ഒക്കെ തന്നെ നവോത്ഥാന നായകന്മാർ തള്ളിക്കളഞ്ഞു എന്ന് പറയുന്നതിന് ആക്ഷേപിക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം അതിനകത്തെ ആരാധനകളുടെ പടയണി കോലത്തിനകത്തൂടെ ഉയർത്തിക്കൊണ്ടുവരുന്ന മാടനും മറുതയുടെ സവിശേഷതയെ എത്ര വാഴ്ത്തി പറയുമ്പോഴും മാടനും മറുതയും എന്ന് പറയുന്ന വളരെ കേവലാർത്ഥത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വ്യത്യസ്തതയ്ക്കകത്തു നിന്നുകൊണ്ട് മനുഷ്യരെ മോചിപ്പിച്ചെടുത്ത വലിയൊരു നവോത്ഥാനത്തിൻ്റെ ചരിത്രം കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിൽ കടവണ്ട സാറിനെ പോലുള്ള ആളുകൾ അതെങ്ങനെയാണ് അതിൻ്റെ ഒരു വളരെ കൃത്യമായി ഓരോന്നിനെക്കുറിച്ചും പഠന വിധേയമാക്കുക, ഫോളോറുമായി ചേർന്ന് പഠന വിധേയമാക്കിക്കൊണ്ട് അവതരിപ്പിക്കപ്പെടേണ്ടതാണെന്നുള്ളതാണ് എൻ്റെ ഒരു പക്ഷം. അതുകൊണ്ട് തന്നെ പടയണിക്കകത്തെ കോലങ്ങളുടെ നവദീപ് സൂചിപ്പിച്ചല്ലേ പറയരുടെ കോലം തുള്ളൽ എവിടെ വരെ സാംശീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ പറയപ്പെടുന്ന തരത്തിലുള്ള ഇപ്പം തന്നെ അടുത്തിരുന്നൊരു സുഹൃത്ത് സൂചിപ്പിച്ചത് മുരുകനല്ല വിശ്വകർമ്മജനാണ് വരച്ചതെന്ന് പറയുന്ന എൻ്റെ അടുത്തിരുന്ന ഒരാൾ പറഞ്ഞാണ്. അപ്പം ഇങ്ങനെ ഭയങ്കരമായ വൈവിധ്യം നിലനിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഏകീകരണവും കേന്ദ്രീകരണവും ക്രോഡീകരണവും നടത്തുന്ന തരത്തിലേക്ക് എത്രമാത്രം ഫോക്ലോറൊക്കെ ആണോ എനിക്ക് പഠനം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ പടയണിയുടെ സവിശേഷ പഠനങ്ങൾ അവതരിപ്പിക്കപ്പെടുമ്പോൾ ഇത്തരം ഒരു വൈവിധ്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ധാരണകൾ എങ്ങനെയാണ് ഇത്തരമുള്ള ക്ലാസ്സിൽ കൊടുക്കാൻ കഴിയുന്നതെന്ന് കൂടി ഒന്ന് ഉറപ്പിക്കുന്നതായിരിക്കും. ഞാൻ ഒരു പടയണി വിദ്യാർത്ഥി മാത്രമാണ്. ഇവിടെ വളരെ അതിനെ ഉപാസിക്കുന്ന ആളുകൾ
ഇങ്ങനെ ചോദിക്കുമ്പം അതെല്ലാം വിശദീകരിക്കുക എന്ന് പറയുന്നത് ഈ സമയത്തിനുള്ളിൽ സാധിക്കുന്നൊരു കാര്യമല്ല. മാത്രമല്ല ഇവിടെ വളരെ പ്രധാനപ്പെട്ട സെഷൻ ഇനി നടക്കാനുണ്ട്. അതുകൊണ്ട് അത് അനൗചിത്യമാണ് എന്നുള്ളതുകൊണ്ട് ഒറ്റ വാക്കിൽ അവസാനിപ്പിക്കുന്നു. പറഞ്ഞു വന്ന കാര്യം ഇപ്പോൾ ഊരാളിപ്പടയണിയെക്കുറിച്ച് അദ്ദേഹം ചോദിച്ചു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഊരാളിപ്പടയണി മാത്രമല്ല, അന്നം കിട്ടുന്ന പടയണിയുണ്ട്, നിരവധി തരത്തിലുള്ള ഇതിനെല്ലാം നമ്മൾ പടയണി എന്ന് തന്നെയാണ് വിളിക്കുക. അതിൽ തന്നെ ഊരാളിപ്പടയണി ഇപ്പോൾ ഞാൻ സംസാരിച്ചു വന്ന വിഷയവുമായി ചേർത്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഊരാളി അപ്പൂപ്പൻകാവിലേക്ക് ചെന്നാൽ അവിടെ ഈ പാവകളെ തൂക്കിയിട്ടേക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് അങ്ങനത്തെ സൂചനകൾ, നമ്മൾ ഇതിനെല്ലാം പുനർവായിക്കേണ്ടതായിട്ടുണ്ട്. എന്താണെങ്കിലും അത്തരത്തിലുള്ള അന്വേഷണങ്ങൾ, ഇവിടെ ചോദിച്ച ചോദ്യങ്ങളൊന്നും അപ്രസക്തമായ ചോദ്യങ്ങളല്ല, പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അത് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സാധിക്കുന്ന ഒരു കാര്യമല്ല എന്ന് ചോദ്യം ചോദിക്കുന്നവർക്കും അറിയാം, സംസാരിക്കുന്നവർക്കും അറിയാം. അതുകൊണ്ട് ഞാനിപ്പോൾ അത് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, നമുക്ക് പിന്നീടാകാം. ചോദ്യങ്ങൾ നിരവധി ഉണ്ടാവും. കാരണം അത്രയ്ക്ക് വലിയൊരു വിപുലമായ വിഷയമാണ് പടയണി എന്നുള്ളത്. വലിയൊരു വിഷയമാണ്. ജനത അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് വളർത്തിയെടുത്ത വലിയൊരു സംസ്കാരമാണ് പടയണി. അത് എന്നുണ്ടായെന്നോ എവിടെ ഉണ്ടായെന്നോ എങ്ങനെ നടത്തുന്നോ ഒന്നും കൃത്യമായ രേഖകളില്ല. കാരണം കാലത്തെ കൂടെ അത് ചേർത്ത് യാത്ര ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതിയ പടയണിയിലെ കലാരൂപമാണ് കാലങ്കോലം. കാലങ്കോലം പുതിയ കാലത്തെ ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ കുതിരക്കോലത്തിൽ പഴയ കാലത്തെ ഭാഷയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഭാഷകളുടെ വൈവിധ്യം തന്നെ പടയണിയിലുണ്ട്. എല്ലാം മലയാളമാണെന്ന് പറയുമെങ്കിലും വട്ടെഴുത്ത് മുതൽ ഇങ്ങോട്ട് നടന്നു വരുന്ന ഒരു കലയുടെ, വട്ടെഴുത്തുള്ളപ്പം മുതൽ നടന്നു വരുന്ന ഒരു കലയുടെ യാത്രയിൽ പലതിനെയും ഉൾക്കൊണ്ടിട്ടുണ്ട്, പലതിനെയും മാറ്റിയിട്ടുണ്ട്. പിന്നെ ഫോക്ലോർ അക്കാദമിയുടെ ഉള്ളിൽ നിന്ന് പറയുമ്പോൾ ഇതിനെ ഏകോപിപ്പിക്കുക എന്നത് വലിയ അപകടമാണെന്ന് കരുതുന്ന ആളാണ് ഞാൻ. കാരണം ഇതിൻ്റെ വ്യത്യസ്തതകളാണ് ഇതിൻ്റെ മാനം, ഇതിൻ്റെ വ്യത്യസ്തതകളാണ് ഇതിനെ ഇതായി നിലനിർത്തുന്നത്. എപ്പോൾ നാം ഇതിനെ ഏകോപിപ്പിക്കാൻ പോകുന്നു, അപ്പോൾ ഇത് ക്ലാസിക്കൽ എന്ന് പറയുന്ന വലിയൊരു ദുര്യോഗത്തിലേക്ക് പോയി വീഴും. ഇത് വ്യത്യസ്തമാവണം. വാണിയക്കോലം വാണിയക്കോലമായി നിൽക്കണം, പിന്നെ ഊരാളിക്കോലമായി നിൽക്കണം, കാലങ്കോലമായി നിൽക്കണം. കാലങ്കോലം തന്നെ കടമനിട്ട് അവതരിപ്പിക്കുന്നതല്ല, പിന്നെ വലഞ്ചുഴിയിൽ അവതരിപ്പിക്കുന്നതല്ല, കദളിമംഗലത്തിലെ ആവില്ല ഓതറയുള്ളത്. ഈ വ്യത്യാസമുണ്ട്. ഈ വ്യത്യസ്തതകളാണ് പടയണിയെ കൂടുതൽ വർണ്ണാഭമാക്കുന്നത് എന്നതാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് അത് അങ്ങനെ തന്നെ നിലനിൽക്കണം. കാലത്തെക്കൂടെ ഉൾക്കൊള്ളാതെ പോയ കലകളെല്ലാം നശിച്ചു പോയിട്ടുണ്ട്. കാലത്തോട് ചേർന്ന് നിന്ന് കാലത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച്, എന്നാൽ അതിൻ്റെ പ്രാക്തനത നഷ്ടപ്പെടാതെ ഏത് സാഹചര്യത്തിലാണ് ഈ കലയുണ്ടായത്. ആദ്യം അത് കടമനിട്ട വളരെ മനോഹരമായി സൂചിപ്പിക്കുകയുണ്ടായി. അതായത് ഞാൻ ദൈവമാണെന്ന് പറയുന്ന കലയാണ് ഇതൊക്കെ. തെയ്യമാണെങ്കിലും ഇതാണെങ്കിലും പടേ നീ എന്ന് പറയുന്നു. പട എന്നത് ഈശ്വരനാണെങ്കിൽ അത് സ്ഥാപിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം പടച്ചോറും ഒക്കെ അവിടെ പ്രതിപാദിച്ചത്. അപ്പോൾ പട നീയാണെങ്കിൽ അത് നീയാകുന്നു, പട ഈശ്വരൻ നീ തന്നെയാണെന്ന് പറയുന്ന വലിയൊരു സങ്കല്പം പടയണിയിലുണ്ട്. ശരിക്കും പ്രാർത്ഥന കലകളെല്ലാം അങ്ങനെയാണ്. നമ്മളുടെ നാടോടി കലകൾ മുഴുവൻ അങ്ങനെയാണ്. മാറി നിൽക്കുന്നതല്ല ദൈവം, നിൻ്റെ ദൈവം നിന്നിൽ തന്നെയാണെന്ന് പറയുന്നതാണ് മുഴുവൻ കലകളും. ഇത് വളരെ മനോഹരമായിട്ട് ഇത്തവണ നമ്മളുടെ അവാർഡ് ദാനത്തിന് മുഖ്യമന്ത്രി അത് പറഞ്ഞു വയ്ക്കുകയുണ്ടായി. വളരെ മനോഹരമായി അദ്ദേഹം പറഞ്ഞു. ഇന്നലെ വരെ മേലാളിനെ കാണുമ്പോൾ കൈ നീട്ടി നിന്ന ആൾ, വഴിയെ നടക്കാൻ പോലും അധികാരമില്ലാതിരുന്ന ആൾ, വലിയ ആൾക്കാർ വരുമ്പോൾ ഓരം ചേർന്ന് നിൽക്കേണ്ടി വരുന്ന ആൾ, ഇന്ന് ദേവതയുടെ രൂപമെടുത്ത് തലയിൽ വെച്ചാൽ ഇതേ മേലാളൻ വന്ന് അതിനു മുമ്പിൽ കൈകൂപ്പുകയും അദ്ദേഹത്തെ അനുഗ്രഹിക്കുകയും ചെയ്യാനുള്ള ഊർജം നേടുന്ന കലയുടെ പേരാണ് പ്രാർത്ഥന കലകൾ. അനുഷ്ഠാന കലകളെന്ന് പറഞ്ഞ് ഇപ്പോൾ അത് മാറ്റി അമ്പലങ്ങളിലേക്കൊക്കെ മാറ്റപ്പെടുന്നുണ്ടെങ്കിലും ഇതൊക്കെ കാവുകളിലുണ്ടായതാണ്, കാടുകളിലുണ്ടായതാണ്, കാടിൻ്റെ കലയാണ്. ഈ കാടിൻ്റെ കലയുടെ നന്മയും തനിമയും നിലനിർത്തി പോവുക എന്നുള്ളതാണ്. ഇതിൻ്റെ വ്യത്യസ്തതകളും ഇതിൻ്റെ പിന്നെ ഏകോപനവും ഒക്കെ പഠിക്കാൻ പോയാൽ അത് വല്ലാത്ത അപകടമുണ്ടാക്കുമെന്നതാണ് എൻ്റെ അഭിപ്രായം. കലയെ സ്നേഹിക്കുക, കലയിൽ അലിയുക, ആ കലയെ കൊണ്ടു നടക്കുക, അതാണ് ഏതൊരു കലയും നിലനിൽക്കുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗം. വിശദമായ ചർച്ച ചെയ്യാം, എല്ലാവർക്കും ചോദ്യം ചോദിക്കാൻ അവസരം ഉണ്ടാവും. എല്ലാവരെയും കാപ്പൊലയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇവിടെ മറ്റുള്ള പരിപാടികൾ കൂടെ ചേർത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ്. തീർച്ചയായും ചോദ്യങ്ങൾ ഒത്തിരി പേരുടെ ഉള്ളിലുണ്ടാവും. ക്ഷമിക്കുക, സഹകരിക്കുക. ബഹുമാനപ്പെട്ട മന്ത്രി എത്തിയിട്ടുണ്ട്, അതുകൊണ്ട് ആ സെഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്.